മക്കളെ, നമ്മുടെ ടെല്ലയിലെ ഫാസ്റ്റ് ട്രാക്ക് സീരീസിന്റെ ഒരു പുതിയ സെക്ഷനിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏത് ചാപ്റ്ററിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്ററിലോട്ടാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ +1 ടോപ്പിക്സിൽ തെർമൽ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ഏത്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മൾ ഏതൊരു ചാപ്റ്റർ നമ്മൾ റിവിഷൻ ചെയ്യാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുകയായിരിക്കില്ല റിവിഷൻ ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഓർക്കണം? അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നീറ്റിന് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഏത് ടോപ്പിക്സാണ്? ആ ടോപ്പിക്സിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ഈ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാ? ആദ്യമുള്ള ടോപ്പിക്കാണ് എന്ത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഗ്യാസ് ലോസ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അതുപോലെ ഗ്യാസ് ലോസും ആണ് എന്ത് ആദ്യം നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടത്. ഓക്കെ അല്ലേ? അതിൻ്റെ അകത്ത് എന്തൊക്കെ ചോദിക്കാം? അതിൻ്റെ അകത്ത് നമുക്ക് ബോയ്ൽസ് ലാന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ചാൾസ് ലാന്ന് ചോദിക്കാം, അതെല്ലാം നമുക്ക് അവിടെ നിന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് പ്രഷറും വോളിയം തന്നിട്ട് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനും 2 ഗ്യാസസ് കമ്പയർ ചെയ്തും അതൊക്കെ അവിടെ നിന്ന് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്താണ്? ഇതിൻ്റെ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കാനുണ്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം അതുപോലെ CPയുടെയും CVയുടെയും വാല്യൂ ഒക്കെ നോക്കാനുണ്ട്. മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയം ഒക്കെ. ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കുകയാണെങ്കിൽ മോണോ അറ്റോമിക് എത്രയാണ്? 3 ആണ്. ഡൈ അറ്റോമിക് എത്രയാണ്? ട്രൈ അറ്റോമിക് എത്രയാണ്? അതൊക്കെ നോക്കണം. പിന്നെ നമ്മൾ ലാസ്റ്റ് ടോപ്പിക് എന്തിലോട്ട് വരും? വെലോസിറ്റീസിലോട്ട് വരും. എന്തിലോട്ട് വരും മക്കളെ? വെലോസിറ്റീസിലോട്ട് വരും അല്ലെ? വെലോസിറ്റീസ് എന്ന് പറയുമ്പോൾ എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് വെലോസിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ? മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഉണ്ട്, RMS വെലോസിറ്റി ഉണ്ട്, പിന്നെ എന്തുണ്ട്? ആവറേജ് വെലോസിറ്റി ഉണ്ട്. അവർ തമ്മിലുള്ള റിലേഷനും അവരുടെ ഇക്വേഷൻസും അത് കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നത് എന്തായിരിക്കും? ഒരു മീൻ ഫ്രീ പാത്ത്, ലാംഡ. ഓക്കെ അല്ല, ലാംഡയുടെ 2 ഇക്വേഷൻ. ഇത്രയും നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ചാപ്റ്റർ എന്ത് ചെയ്തു? നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതിന് ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു 2 ക്വസ്റ്റ്യൻ മതി നമ്മുടെ റാങ്ക് എന്ത് ചെയ്യാൻ? ഡിറ്റർമൈൻ ചെയ്യാൻ. അപ്പം മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു ചാപ്റ്റർ മാക്സിമം നമുക്ക് റിവിഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം എന്തിലോട്ട് പോവാം? പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ ഗ്യാസ്. എന്താ മക്കളെ ഒരു ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ? ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിനെ നമ്മൾ എപ്പോഴും ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? അത് എന്ത് ചെയ്യണം? എല്ലാ ഗ്യാസ് ലോസും ഒബേ ചെയ്യണം. അതുപോലെ ഗ്യാസ് ഇക്വേഷനും എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. അങ്ങനെയുള്ളപ്പോഴാണ് ആ ഒരു ഗ്യാസിനെ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് എന്ന് വിളിക്കുന്നത്. എ ഗ്യാസ് വിച്ച് ഫോളോസ് ഓൾ ഗ്യാസ് ലോസ് ആൻഡ് ഗ്യാസ് ഇക്വേഷൻ അറ്റ് എവറി പോസിബിൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് നോൺ ആസ് ഐഡിയൽ ഗ്യാസ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുക? പെർഫെക്റ്റ് ഗ്യാസ് എന്ന് വിളിക്കും. ഇനി എല്ലാ റിയൽ ഗ്യാസസും ഐഡിയൽ ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിഞ്ഞിരിക്കണം. എപ്പോഴാണ്? അറ്റ് ഹൈ ടെമ്പറേച്ചർ, ലോ പ്രഷർ, ലോ ഡെൻസിറ്റി. ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും ലോ ഡെൻസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ റിയൽ ഗ്യാസസും ഐഡിയൽ ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം? അവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും? 2 കാര്യങ്ങൾ അസ്യൂം ചെയ്യും. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? സൈസ് ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിളി സ്മാൾ. സൈസ് ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ എന്താണ്? നെഗ്ലിജിബിളി സ്മാൾ ആണെന്ന് അസ്യൂം ചെയ്യും. അതുപോലെ അവരുടെ ഇടയിൽ, ആ ഒരു മോളിക്യൂൾസിന്റെ ഇടയിൽ നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഒരു തരത്തിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലെന്നുള്ള രീതിയിൽ ഈ 2 കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്? ഈ ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പൊ എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവരെന്താ തരുന്നത്? നമ്മുടെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും, പ്രഷർ, വോളിയം, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ഇവർ 3 പേരും കണക്ട് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ തരുന്നതാണ് എന്ത് മക്കളെ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്ത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV is equal to nRT. എന്താ മക്കളെ? PV is equal to nRT. ഇവിടെ P എന്താണ്? പ്രഷർ ആണ്. V എന്താ? വോളിയം. N എന്താ? നമ്പർ ഓഫ് മോൾസ്. R എന്താണ്? റിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ആ റിയൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ എത്രയായിരിക്കും? 8.314 ജൂൾ പെർ മോൾ കെൽവിൻ ആയിരിക്കും. യൂണിറ്റ് നോക്കണം, വാല്യൂ നോക്കണം. കലോറിയിലാണെങ്കിൽ വാല്യൂ എത്രയായിരിക്കും? 1.98 അല്ലെങ്കിൽ 2 ആയിരിക്കും. ഇനി T എന്താണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണക്ട് ചെയ്തിട്ടുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഏത്? PV is equal to nRT എന്നുള്ളത്. നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് മോളിക്യൂൾസിനെ റിലേറ്റ് ചെയ്ത് എന്ത് പറയാടാ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് PV is equal to നമ്പർ ഓഫ് മോളിക്യൂൾസ് n എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, നമ്പർ ഓഫ് മോളിക്യൂൾസ് n എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? n ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്കിൽ അവിടുന്ന് നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? n ഡിവൈഡഡ് ബൈ Na. Na എന്താണ്? അവഗാഡ്രോസ് നമ്പർ. അപ്പൊ n ഡിവൈഡ് ബൈ Na ഇൻറ്റു RT എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. എന്നയുടെ വാല്യൂ എത്രയായിരിക്കും? എന്നയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 6.022 ഇൻറ്റു 10⁻23 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ n/NaRT എന്ന് എഴുതാം. ഇവിടെ ഒരു റിയൽ ഗ്യാസ് കോൺസ്റ്റന്റ് R ഉണ്ട്, Na ഉണ്ട്. എന്താ മക്കളെ R/Na എന്ന് പറഞ്ഞാൽ? R/Na എന്ന് പറഞ്ഞാൽ അത് kBക്ക് ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ PV is equal to എനിക്ക് എങ്ങനെ എഴുതാം? N ഇൻറ്റു
R/N വരും KB എഴുതാം, KBT എന്ന് എഴുതാം. ഈ KB എന്ന് പറഞ്ഞാൽ എന്താ? ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 1.38 ഇൻറ്റു 10⁻⁻23 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ടേമില തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ടേമില തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് PV = NKBT എന്ന് എഴുതാം. PV = NKBT എന്ന് എഴുതാം. ഇത് എപ്പോഴാണ്? നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ കേസ് വരുമ്പോഴാണ്. ഓക്കെ അല്ലേ? ഓക്കെ. നമ്പർ ഓഫ് മോൾസ് വരുമ്പോൾ PV = NRT. ഇനി നമുക്ക് ഡെൻസിറ്റി കണക്ട് ചെയ്ത് ഒരു ഇക്വേഷൻ എഴുതാം. എന്ത് എഴുതാടാ? ഡെൻസിറ്റി കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എടുക്കാം. നമുക്കറിയാം ഇവിടുന്ന് PV = NRT അല്ലേ? എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്ന് എഴുതാം. ഗിവൺ മാസ് കുഞ്ഞെമ്മും മോളാർ മാസ് ക്യാപിറ്റൽ എം ആണെങ്കിൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു എന്ത് വരും? RT എന്ന് വരും. ഇനി ഇവിടെ നമുക്ക് P ഇൻറ്റു ഈ വോളിയം ഇപ്പുറത്തോട്ടെ, ഈ എം ഇങ്ങി വരട്ടെ. P ഇൻറ്റു M = M ഡിവൈഡഡ് ബൈ V RT എന്ന് വരും. ഇപ്പൊ പറഞ്ഞേ മാസ് ബൈ വോളിയം അതെന്താണ്? ഡെൻസിറ്റി ആണ്. അപ്പൊ ഇവിടുന്ന് PM = ഇങ്ങനെ എഴുതാം, DRT എന്ന് വരും. ഇവിടുന്ന് ഡെൻസിറ്റി = എന്ത് വരുവാടാ? PM ഡിവൈഡഡ് ബൈ RT എന്ന് വരും. ഡെൻസിറ്റി = എന്ത് വരും? PM ഡിവൈഡഡ് ബൈ RT എന്ന് വരും. ഇതെന്താണ്? ഡെൻസിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ ഒരു ഫോർമുലയാണ്. ഡെൻസിറ്റി = PM ഡിവൈഡഡ് ബൈ RT. ഓക്കെ അല്ലേ? അപ്പൊ PV = NRT. മോളിക്യൂൾസിന്റെ കേസ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മോളിക്യൂൾ ആകുമ്പോൾ PV = NKBT. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെൻസിറ്റി പറയുകയാണെങ്കിൽ D = എന്ത് വരും? PM ഡിവൈഡഡ് ബൈ RT. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് ലോസ് ബേസ് ചെയ്തിട്ടാണ് ഐഡിയൽ ഗ്യാസ് പറയുന്നതെന്ന് പറഞ്ഞാൽ അല്ലേ? സെർട്ടൻ ലോസ് ഒബേ ചെയ്യണം. അത് ഏതൊക്കെ ലോസ് ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളപ്പോ സെർട്ടൻ ഗോസ് ലോസ് അല്ലേ? അതിൽ ഫസ്റ്റ് ലോ ആണ് ഏത് മക്കളെ? ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോ ഏത്? ബോയിൽസ് ലോ. ബോയിൽസ് ലോയിൽ നമ്മൾ എന്താ പറയുന്നത്? എന്താ ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആയിരിക്കും എന്ന് പറയുന്ന ലോ ആണ് എന്ത്? ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? പ്രഷർ. വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം ഈ ബോയിൽസ് ലോയെ? PV is a constant എന്ന് എഴുതാം. ഈ P കൊണ്ടുവന്നാൽ PV = എന്ത് വരും? ഒരു കോൺസ്റ്റന്റ് എന്ന് വരും. PV കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് അവിടുന്ന് എന്ത് പറയാം? P1 V1 = എന്തെന്ന് പറയാം? P2 V2 എന്ന് പറയാം. P1 V1 = P2 V2 എന്ന് പറയാം. ഇത് നമ്മൾ ബോയിൽസ് ലോ എന്ന് എഴുതിയെടുക്കുന്ന എന്താണ്? ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലേ? ഇതാണ് ബോയിൽസ് ലോ. ന്യൂമറിക്കലി നമുക്ക് നോക്കാനുള്ള ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇപ്പൊ P1 P2 V2 തരും, V1 തരത്തില്ല. അപ്പൊ V1 കണ്ടുപിടിക്കണം. ആ ഒരു ക്വസ്റ്റ്യനാ വരും. ഇനി നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് രണ്ട് ഗ്രാഫ് ഉണ്ട്. പിയും വിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അവർ തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെ ആയിരിക്കും? ഒരു റെക്ടാംഗുലർ ഹൈപ്പർബോള ആയിരിക്കും. എന്തായിരിക്കും? റെക്ടാംഗുലർ ഹൈപ്പർബോള ആയിരിക്കും. ഇനി പിയും 1/v എടുക്കുകയാണെങ്കിൽ ഇവിടെ PV കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ പിയും 1/v എടുക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഗ്രാഫ് എന്ത് വരും? ഒരു ലീനിയർ ഗ്രാഫ് വരും. എന്ത് വരും? ഒരു ലീനിയർ ഗ്രാഫ് വരും. ഈ രണ്ട് ഗ്രാഫ് നോട്ട് ചെയ്യാം. ഇനി ഗ്രാഫിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഇപ്പൊ PV തമ്മിലുള്ള ഗ്രാഫ് ഇത് തന്നിട്ട് ഇവിടെ 3 ഗ്രാഫ് തരും. 3 ഗ്രാഫ് തരും. ഇതിപ്പോ നമ്മൾ T3 എന്ന് കൊടുക്കാം, ഇത് T2 എന്ന് കൊടുക്കാം, ഇത് T1 എന്ന് കൊടുക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും? ഇതിന്റെ അകത്ത് ഏതാണ് വലുത്? T1 > T2 > T3 ആണോ? T3 > T2 > T1 ആണോ? അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ കോൺസ്റ്റന്റ് പ്രഷർ കൺസിഡർ ചെയ്യും. കോൺസ്റ്റന്റ് പ്രഷർ കൺസിഡർ ചെയ്യും. എന്നിട്ട് അവിടെ ഓരോരുത്തടുത്തുള്ള വോളിയം നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ അല്ലേ? ഓരോരുത്തടുത്തുള്ള വോളിയം നമ്മൾ മാർക്ക് ചെയ്തു. ഇതെന്ന് പറയുന്നത് ആരുടെയാ? V3 അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് V3 എന്ന് എഴുതാം. ഇത് 2ന്റെ അല്ലേ? അപ്പൊ V2. ഇത് ഏതിന്റെയാ? 1ന്റെ. അപ്പൊ V1. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി പറഞ്ഞേ ഇതിൽ ആരുടെ വോളിയം കൂടുതൽ? വോളിയം ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക? കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? V1 is greater than V2 is greater than V3 എന്ന് പറയാം. പറയാമല്ലോ? പറയാം. ഇനി വോളിയം കൂടുതലാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. വോളിയം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടുക നമുക്കറിയാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാടാ? V1 ആണ് കൂടുതൽ. അപ്പൊ ഏതായിരിക്കും കൂടുതൽ? T1. അപ്പൊ T1 greater than T2 greater than T3 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്. ഇതായിരിക്കും എന്ത് ഇവിടെ നിന്ന് ചോദിക്കുന്നത്. ഇനി അടുത്ത ലോയിലോട്ട് പോവാം. സെക്കൻഡ് ലോ എന്താണ്? ചാൾസ് ലോ ആണ്. സെക്കൻഡ് ലോ ഏതാ? ചാൾസ് ലോ ആണ്. എന്താ ചാൾസ് ലോയിൽ പറയുന്നത്? പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഈ പ്രഷർ എന്താണ് അവിടെ? കോൺസ്റ്റന്റ് ആണ്. നേരത്തെ ആരായിരുന്നു കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ ആയിരുന്നു. ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയാം. വോളിയം ഓഫ് ഗ്യാസ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് V/T ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൂടെ? V/T എന്ത് വരും? കോൺസ്റ്റന്റ് എന്ന് വരും.
V/T കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം? V1/T1 ഈസ് ഈക്വൽ ടു V2/T2 എന്ന് പറയാം. V1/T1 ഈസ് ഈക്വൽ ടു V2/T2. ഇതാണ് നമുക്ക് ചാൾസ് ലോ എന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അവിടെ രണ്ട് ഗ്രാഫ് ഉണ്ട്, രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ് എന്തായിരിക്കും? ലീനിയർ ഗ്രാഫ് ആയിരിക്കും. ഇനി V/T അഗെയിൻസ്റ്റ് T എടുത്താലും V/T അഗെയിൻസ്റ്റ് V എടുത്താലും, അതായത് ഈ V/T അഗെയിൻസ്റ്റ് ഏതൊരു കോൺസ്റ്റന്റ്, V ആയിക്കോട്ടെ T ആയിക്കോട്ടെ, V/T കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ അത് അഗെയിൻസ്റ്റ് ഏതൊരു കോൺസ്റ്റന്റ് എടുത്താലും അവിടെ കിട്ടുന്ന എന്തായിരിക്കും? ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ മൂന്ന് ഗ്രാഫ് എന്ത് ചെയ്യാ? ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ അല്ലേടാ? ക്ലിയർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ലോ ഏതാണ്? ഗേ-ലെസാക്സ് ലോ ആണ്. ഏതാ മക്കളെ? ഗേ-ലെസാക്സ് ലോ ആണ്. ഗേ-ലെസാക്സ് ലോയിൽ എന്തോ പറയുന്നത്? പ്രഷർ എക്സെർട്ടഡ് ബൈ എ ഗ്യാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ്. അതായത് അവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്, വോളിയം അതുപോലെ മാസും ഫിക്സഡ് ആണെങ്കിൽ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണെന്നാ പറയുന്നത്. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതാണ് എന്താ? ഗേ-ലെസാക്സ് ലോയിൽ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? P/T ഈസ് എ കോൺസ്റ്റന്റ് എന്ന് എഴുതാം. P/T ഈസ് എന്തെന്ന് കിട്ടുവാടാ? കോൺസ്റ്റന്റ് എന്ന് കിട്ടും. P/T കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം? P1/T1 ഈസ് ഈക്വൽ ടു P2/T2 എന്ന് എഴുതാം. P1/T1 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം മക്കളെ? P2/T2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇതാണ് എന്ത്? ഗേ-ലെസാക്സ് ലോയിൽ പറയുന്നത്. അവർ തമ്മിലുള്ള ഗ്രാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് ഗ്രാഫ് തന്നെ ആയിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ലോ അടുത്ത ഏതാണ്? അവഗാഡ്രോസ് ലോ ആണ്. എന്താ അവഗാഡ്രോസ് ലോയിൽ പറയുന്നത്? അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം ഓഫ് ഗ്യാസ്. അതായത് കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും ആണെങ്കിൽ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് n എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അവിടുത്തെ വോളിയത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അല്ലെങ്കിൽ V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n എന്നോ അല്ലെങ്കിൽ n ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V എന്നോ പറയാം. അതായത് എന്ത് മക്കളെ? അവഗാഡ്രോസ് ലോയിൽ പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുള്ള എന്താ തന്നിട്ടുള്ള? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഹാവ് ദ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ്, എല്ലാ ഗ്യാസിലുള്ള ഈക്വൽ വോളിയം, അവിടുത്തെ വോളിയം സെയിം ആണെങ്കിൽ, ഓരോ ഗ്യാസിലുള്ള വോളിയം സെയിം ആണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഒരു സെന്റൻസ് എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ അല്ലേ? ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഹാവ് ദ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ 4 ഗാസ് ലോസും കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് കമ്പൈൻഡ് ഗ്യാസ് ലോയിലാണ്. എന്താ മക്കളെ കമ്പൈൻഡ് ഗ്യാസ് ലോ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇത്രയും നേരം പഠിച്ച ഐഡിയൽ ഗ്യാസസ് ലോ ഇല്ലേ? അതായത് ബോയ്സ് ലോ, ചാൾസ് ലോ, അതുപോലെ തന്നെ ഗേ-ലെസാക്സ് ലോയും അവഗാഡ്രോസ് ലോയും, അതൊക്കെ കമ്പൈൻ ചെയ്ത് നമ്മളൊരു ഗ്യാസ് ലോ ഫോം ചെയ്യുന്ന എന്താ? കമ്പൈൻഡ് ഗ്യാസ് ലോ നമ്മൾ എഴുതുന്നത്. അതായത് നമ്മൾ ബോയ്സ് ലോയിൽ എന്താ പഠിച്ചേ? P ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പഠിച്ചു അല്ലേ? അത് കഴിഞ്ഞ് ചാൾസ് ലോ വന്നപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഗേ-ലെസാക്സ് ലോയിൽ നമ്മൾ എന്ത് പറഞ്ഞു? പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവഗാഡ്രോസ് ലോയിൽ എന്ത് പറഞ്ഞു? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ n എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഈ ഇത്രയും ലോ ബേസ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? ഈ ഇത്രയും ലോ എന്നും കൂടെ നമുക്ക് എന്ത് പറയാം? PV ഡിവൈഡഡ് ബൈ NT ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയാം. ഈ 4 ലോയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? PV/NT ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? PV/NT കോൺസ്റ്റന്റ് ആണെങ്കിൽ P1V1 ഡിവൈഡഡ് ബൈ N1T1 ഈസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? P2V2 ഡിവൈഡഡ് ബൈ N2T2 എന്ന് വരും. ഓക്കെ അല്ലേ? ഇതാണ് കമ്പൈൻഡ് ഗ്യാസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോയിൽസ് ലോയും ചാൾസ് ലോയും നമ്മുടെ ഗേ-ലെസാക്സ് ലോയും അവഗാഡ്രോ ലോയും കൂടെ കമ്പൈൻ ചെയ്താൽ നമ്മൾ എന്താ പറയുന്നത്? PV/NT അവിടെ നിന്ന് ഒരു കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അപ്പൊ അവിടെ നമുക്ക് എന്താ പറയാം? P1V1 by N1T1 is equal to P2V2 divided by N2T2 എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ട്. ഇനി അടുത്തതാണ് എന്ത്? നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. For a perfect gas, two pressures P1 and P2 are shown in figure. The graph shows. അതായത് ഈ ഗ്രാഫിൽ നിന്ന് P1 ഉം P2 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റിലേഷൻ ചോദിക്കുമെന്ന് ഗ്രാഫ് വെച്ച്. ആ P1 ഉം P2 തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞേ P1 ഉം P2 തമ്മിലുള്ള റിലേഷൻ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വോളിയം കോൺസ്റ്റന്റ് ആക്കാം അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കാം. നമുക്ക് ഇവിടെ എന്ത് കോൺസ്റ്റന്റ് ആക്കാടാ? വോളിയം കോൺസ്റ്റന്റ് ആക്കി കൊടുക്കാം. അങ്ങനെ വോളിയം കോൺസ്റ്റന്റ് ആക്കി കൊടുത്താൽ നോക്കും മക്കളെ, വോളിയം കോൺസ്റ്റന്റ് ആക്കി കൊടുത്താൽ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ത് വരും? T2 എന്നും ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ത് വരും? T1 എന്നും വരും. പറഞ്ഞേ T2 ആണോ T1 ആണോ വലുത്? ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? നമുക്കറിയാം T1 ഗ്രേറ്റർ ദാൻ T2 ആയിരിക്കും. ആയിരിക്കുമല്ലോ? ആയിരിക്കും. എങ്കിൽ കോൺസ്റ്റന്റ് വോളിയത്തിൽ ടെമ്പറേച്ചറും പ്രഷറും എങ്ങനെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്.
T1 greater than T2 ആണെങ്കിൽ T1 ന്റെ പ്രഷർ എന്തുവാ P1. അപ്പൊ എനിക്ക് എന്ത് പറയാം P1 greater than P2 ആയിരിക്കും. ഓക്കെ അല്ലേ? P1 greater than P2 ആയിരിക്കും. അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും പറഞ്ഞ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്കത് വോളിയം കോൺസ്റ്റന്റ് ആക്കിയല്ലേ ഇപ്പൊ ചെയ്തത്. നമുക്കൊന്ന് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നോക്കി ചെയ്ത് നോക്കാം. അത് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് പറയണ്ടേ. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഫിക്സഡ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വരച്ചു. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ വോളിയം എന്താണ് V2, ഇതിന്റെ വോളിയം എന്താണ് V1 ആണ്. V1 ആണോ V2 ആണോ കൂടുതൽ? വോളിയം കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് പറയാം V2 ഈസ് ഗ്രേറ്റർ ദാൻ V1 എന്ന് പറയാം. ബോയ്ൽസ് ലോ വെച്ച് V2 കൂടുതലാണെങ്കിൽ വോളിയം കൂടിയ പ്രഷർ എന്ത് ചെയ്യും മക്കളെ കുറയും. അപ്പൊ V2 കൂടുതലെങ്കിൽ P2 എന്തായിരിക്കും കുറവായിരിക്കും. ആരെക്കാളും P1 അപ്പോഴും എങ്ങനെയാ കിട്ടുന്നത് P1 ഗ്രേറ്റർ ദാൻ P2 എന്നാ കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ഏത് തന്നെ മക്കളെ ഓപ്ഷൻ എ തന്നെ നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ. A vessel contains 1 mole of oxygen gas molar mass 32 at a temperature T. ഒരു T എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ എന്തുണ്ട് 1 മോൾ ഓക്സിജൻ ഗ്യാസ് ഉണ്ട്. ഇനി ഇത് പ്രഷർ ഓഫ് ദി ഗ്യാസ് ഈസ് P. പ്രഷർ എത്രയാണ് അവിടുത്തെ P ആണ്. An identical vessel containing 1 mole of helium gas at a temperature 2T has a pressure of. അപ്പൊ നമ്മൾ ഏത് റിലേഷൻ എടുക്കും ഇവിടെ? നമ്മുടെ കമ്പൈൻഡ് ഗ്യാസിലാ എടുക്കാം. കമ്പൈൻഡ് ഗ്യാസിൽ വെച്ച് എന്താ പറയുന്നത് PV/NT ഈസ് എ കോൺസ്റ്റന്റ് എന്നാ പറയുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ ഒക്കെ പഠിച്ചിട്ടിരിക്കാം. അപ്പൊ നമ്മൾ എന്താ ജസ്റ്റ് റിവിഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നല്ലേ. അപ്പൊ ജസ്റ്റ് ഈ ഇക്വേഷൻ ഒക്കെ എഴുതുമ്പോൾ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം റിമെമ്പർ ചെയ്യാൻ നോക്കണം. അപ്പൊ PV/NT കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടുന്ന് എങ്ങനെ പറയാം P1V1 ഡിവൈഡഡ് ബൈ N1T1 ഈസ് ഈക്വൽ ടു P2V2 ഡിവൈഡഡ് ബൈ N2T2 എന്ന് എഴുതാം. രണ്ടും ഐഡന്റിക്കൽ വെസലാ. അപ്പൊ ഇതിൽ എത്ര വോളിയം ഉണ്ടോ അത് തന്നെ ആയിരിക്കും ഇവിടുത്തെ വോളിയം. V1 ഉം V2 എന്തായിരിക്കും സെയിം ആയിരിക്കും. അപ്പൊ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ടെമ്പറേച്ചർ എന്താണ് T അല്ലേ? Tയും മറ്റടുത്ത് എത്രയാണ് 2T ആണ്. അപ്പൊ T1 T ആണ്, മറ്റേത് 2T ആണ്. ഇനി നമ്പർ ഓഫ് മോൾസ് നോക്കിയാൽ രണ്ടിടത്തും 1 മോൾ അല്ലേ. ഓക്സിജന്റെ മോളാർ മാസ് 32 ഹീലിയത്തിന്റെ മോളാർ മാസ് 4 തന്നിട്ടുണ്ട്. പക്ഷെ രണ്ടിടത്തും 1 മോൾ തന്നെ എടുത്തിട്ടുള്ള. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് അല്ലേ. അപ്പൊ N1 സെയിം ആണ്. P1 എത്രയാണ്? ഇനിഷ്യലി ഉള്ള പ്രഷർ എത്രയാ P ആണ്. അപ്പൊ P ഡിവൈഡഡ് ബൈ P1 പകരം P ഇട്ട് കൊടുക്കണം. ഡിവൈഡ് ബൈ T1 എത്രയാണ് T ആണ്. ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. P2 ഡിവൈഡഡ് ബൈ T2 എത്രയാണ് മക്കളെ 2T അല്ലേ. അപ്പൊ 2T. അപ്പൊ ഇവിടുന്ന് Tയും പോയിട്ട് എനിക്ക് എന്ത് കിട്ടും P2 ഈസ് ഈക്വൽ ടു 2P എന്ന് കിട്ടും. അതായത് ഇനിഷ്യലി മറ്റേതിൽ ഉണ്ടായിരുന്ന പ്രഷറിന്റെ ഡബിൾ ആയി അല്ലേ. 2P ആയിരിക്കും റൈറ്റ് ആൻസർ. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two vessels separately contains two ideal gas A and B at the same temperature. രണ്ട് വെസൽസിന് സെപ്പറേറ്റ്ലി എന്തുണ്ട്? രണ്ട് ഐഡിയൽ ഗ്യാസ് ഉണ്ട്. എയും ബിയും സെയിം ടെമ്പറേച്ചറിലാണ്. The pressure of A is twice that of B. പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് ബിയുടെ പ്രഷറിന്റെ twice ആണ്. ഇനി എന്ത് വേണം? Under these conditions, the density of A is found to be 1.5 times the density of B. Density of A എന്ന് പറയുന്നത് 1.5 times density of B ആണ്. അല്ലെങ്കിൽ നമുക്ക് DA ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം മക്കളെ 3/2 dB എന്ന് എഴുതാം. നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പത്തിനാണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ദി റേഷ്യോ ഓഫ് മോളിക്കുലർ വെയ്റ്റ്സ് ഓഫ് A and B. അതായത് എയുടെയും ബിയുടെയും മോളിക്കുലർ വെയ്റ്റ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണ് ക്വസ്റ്റ്യൻ അല്ലെ. MA ഡിവൈഡഡ് ബൈ MB ഇത് എത്രയാണെന്നാ ക്വസ്റ്റ്യൻ. ഡെൻസിറ്റി കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു PM ഡിവൈഡഡ് ബൈ RT അല്ലേ. ഇവിടെ R എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാം? M ഈസ് ഈക്വൽ ടു DRT ബൈ P എന്ന് എഴുതിയാൽ ആറും ടിയും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടുന്ന് എങ്ങനെ എഴുതാം? M ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു D ബൈ P എന്ന് എഴുതാം. M ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു D ബൈ P എന്ന് എഴുതാം. അപ്പൊ പറഞ്ഞേ മക്കളെ MA ബൈ MB ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? DA by DB ഡിവൈഡഡ് ബൈ PA by PB അല്ലേ. അപ്പൊ ഇൻറ്റു എന്തെന്ന് എഴുതാം? PB by PA എന്ന് എഴുതാം. ഓക്കെ അല്ലേ. DA by DB എത്ര ഇട്ടു ഇവിടുന്ന്? ഇത് ഇങ്ങി വരുമ്പോൾ 3/2 എന്ന് കിട്ടും. 3/2 ഇൻറ്റു PB by PA എത്ര കിട്ടും? PA by PB 2 എന്ന് കിട്ടും. അപ്പൊ PB by PA 1/2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ ഇത് എത്ര ഇട്ടു വിടാം? മോളിക്കുലർ മാസ് ഓഫ് A by B ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ A ഈസ് ടു B എന്ന് പറയുന്നത് എത്ര കിട്ടും? 3/4 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഇനി
നമ്മൾ ലാസ്റ്റിൽ അതായത് നമുക്ക് ഒരു ലോയും കൂടെ നോക്കാനുള്ള ഏതാ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആണ്. എന്താ മക്കളെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ പറയുന്നത്? The total pressure exerted by a mixture of gases is equal to the sum of partial pressures exerted by each individual gas in the mixture. ഒരു മിക്സ്ചറിലെ ടോട്ടൽ പാർഷ്യൽ പ്രഷർ, ഈ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്ന ആ ഒരു മിക്സ്ചറിലുള്ള ഓരോ ഗ്യാസസും ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസസും കൊടുക്കുന്ന ആ ഒരു പാർഷ്യൽ പ്രഷറിന് ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്. അതായത് എങ്ങനെ എഴുതാം? P is equal to P1 plus P2 plus P3 plus etc. to n ഗ്യാസ് ഉണ്ടെങ്കിൽ Pn എന്ന് എഴുതാം അല്ലെ. n ഗ്യാസസ് ഉള്ള ഒരു മിക്സ്ചർ ആണെങ്കിൽ ആ 1ന്റെയും 2ന്റെയും 3ന്റെയും അപ് ടു n വരെ ഉള്ളതിന്റെ എന്തൊരു പാർഷ്യൽ പ്രഷർ, ഇൻഡിവിജ്വൽ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിന്റെ സം ആയിരിക്കും എന്ത് മക്കളെ അവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് PV is equal to എങ്ങനെ എഴുതാം? PV ക്വസ്റ്റ്യൻ അല്ലേ, അപ്പൊ PV is equal to N1RT പ്ലസ് എന്ത് വരും? N2RT പ്ലസ് N3RT എക്സെട്ര ടു N എന്ന് വരും. 3 ഗ്യാസ് ആണെങ്കിൽ PV is equal to N1RT പ്ലസ് N2RT പ്ലസ് N3RT. അപ്പൊ അവിടുന്ന് PV is equal to എനിക്ക് എങ്ങനെ എഴുതാം? N1 പ്ലസ് N2 പ്ലസ് N3 ഇൻറ്റു RT. ഇത് അങ്ങോട്ട് എക്സെട്ര ഉണ്ട്. ഇപ്പൊ 3 ഗ്യാസസ് എടുക്കുന്നതെങ്കിൽ എന്ത് വരും? PV is equal to N1 പ്ലസ് N2 പ്ലസ് N3 ഇൻറ്റു RT എന്ന് വരും. അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് പറയുകയാണെങ്കിൽ ടോട്ടൽ പ്രഷർ P is equal to എന്ത് വരുവാടാ? N1 പ്ലസ് N2 പ്ലസ് N3 പ്ലസ് എക്സെട്ര ടു N വരെ ഉണ്ടെങ്കിൽ N ഇൻറ്റു എന്ത് വരും? RT ബൈ V എന്ന് വരും. ഓക്കെ അല്ലേ? ഇതാണ് എന്ത് ഡോൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. The volume V of an enclosure contains a mixture of 3 gases. 3 ഗ്യാസസിന്റെ മിക്സ്ചർ ആണ്. 16 gram of oxygen. അപ്പോൾ ഫസ്റ്റ് ഗ്യാസ് ചെയ്താൽ ഓക്സിജൻ ആണ്. അതിന്റെ എത്രയുണ്ട്? 16 gram ഉണ്ട്. 28 gram of nitrogen, 44 gram of carbon dioxide at absolute temperature T. Consider R as universal gas constant. The pressure of the mixture of gases. അപ്പോൾ പ്രഷർ ആണ് കാണേണ്ടത്. പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? P is equal to എന്താണ് നമ്മൾ എഴുതുന്നത്? P is equal to N1 plus N2 പ്ലസ് ഇവിടെ 3 ഗ്യാസ് അല്ലേ N3 ഇൻറ്റു എന്ത് വരും? RT ബൈ V. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? അതെ. അപ്പൊ നമുക്ക് N1 കണ്ടുപിടിക്കണം അല്ലേ. N1 എന്ന് പറയുമ്പോൾ പറഞ്ഞേടാ ഓക്സിജന്റെ ഗിവൺ മാസ് എത്രയാ? 16. അതിന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? ഓക്സിജൻ ആകുമ്പോൾ 32 വരും അല്ലേ. അപ്പൊ 32. അപ്പൊ എത്ര കിട്ടി? 1/2 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഏതാ ഉള്ളത്? 28 gram ഓഫ് നൈട്രജൻ. അപ്പൊ N2 എത്ര വരും? 28 ഡിവൈഡഡ് ബൈ നൈട്രജന്റെ മോളിക്കുലർ മാസ് എത്ര തന്നെയാ? 28 തന്നെ. അപ്പൊ അത് എത്ര വരും? 1 എന്ന് വരും. ഇനി N3യുടെ വാല്യൂ എടുക്കുകയാണെങ്കിലോ 44 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ഗിവൺ മാസ് എത്രയാ? 44 ആണ്. ഡിവൈഡഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് എത്രയാ? 44. അപ്പൊ എത്ര കിട്ടും? അതും 1 എന്ന് കിട്ടും. അപ്പൊ N1 ആയി, N2 ആയി, N3 ആയി. അപ്പൊ P is equal to എന്ത് വരും? N1 എത്രയാ? 1/2 പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു എന്ത് വരും? RT ബൈ V എന്ന് വരും. ഓക്കെ അല്ലേ? 1 പ്ലസ് 1 പ്ലസ് 1/2 എത്ര വരും? 2 പ്ലസ് 1/2 എത്ര വരും എടാ? 2 പ്ലസ് 1/2 എടുക്കുമ്പോൾ നമുക്ക് 5/2 എന്ന് വരും. അപ്പൊ 5/2 RT ബൈ V എന്ന് കിട്ടും. 5/2 RT ബൈ V. അപ്പൊ ആൻസർ ഏത് വരും? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 5/2 RT ബൈ V ആണ്. ഓപ്ഷൻ 3 is the right answer. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഇനി നമ്മൾ പോകുന്നത് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അതായത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മൾ സെർട്ടൻ പോസ്റ്റുലേറ്റ്സ് പഠിച്ചായിരുന്നല്ലേ. അതിന്റെ ഏത് കുറച്ച് പോസ്റ്റുലേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാണ്ട് ടെസ്റ്റിലുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്താന്ന് നോക്കി. The gas is a collection of large number of molecules. ഒരു ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് മോളിക്യൂൾസിന്റെ ഒരു കളക്ഷനെയാണ് എന്ത് വിളിക്കുന്നത് മക്കളെ? ഒരു ഗ്യാസ് എന്ന് വിളിക്കുന്നത്. The molecules are perfectly elastic rigid spheres and are of different for different gases. ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള റിജിഡ് സ്പിയേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിഫറെന്റ് ഗ്യാസസിന് അത് എന്തായിരിക്കും മക്കളെ? ഡിഫറെന്റ് ആയിരിക്കും. ഇനി the size of a molecule is negligible compared with the distance between the molecules. ആ ഒരു ഗ്യാസിലുള്ള ആ രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ആ ഒരു മോളിക്യൂളിന്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ സ്മാൾ ആയിരിക്കും. നെഗ്ലിജിബിളി സ്മാൾ ആയിരിക്കും. The molecules are always in a random motion. ഈ മോളിക്യൂൾസ് എപ്പോഴും എങ്ങനെ ആയിരിക്കും? റാൻഡം മോഷൻ ആയിരിക്കും. ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ മോളിക്യൂൾസ് ഇങ്ങനെ ഒരു എന്താ സ്ട്രേറ്റ് മോഷൻ അങ്ങനെയൊന്നുമില്ല. അവർ പല മോഷൻ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. റാൻഡം മോഷൻ ആയിരിക്കും. During their motion, the molecules collide with each other and with the walls of the containing vessels. The collisions are elastic and hence the total kinetic energy and the total momentum of the colliding molecules before and after collisions are same. ഈ ഒരു മോഷന്റെ സമയത്ത്, അതായത് ഈ ഒരു റാൻഡം മോഷന്റെ സമയത്ത് എന്ത് നടക്കുക? ഈ മോളിക്യൂൾസ് തമ്മിലും കൊളൈഡ് ചെയ്യും. അതുപോലെ എന്ത് ചെയ്യും? ആ ഒരു കണ്ടെയ്നറിലെ ആ കണ്ടെയ്നറിന്റെ വാൾസിലും എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. ആ ഒരു കൊളിഷൻ എന്ന് പറയുന്നത് എന്ത് കൊളിഷൻ ആയിരിക്കും? ഇത് നോട്ട് ചെയ്യണം. എന്ത് കൊളിഷനാ?
ഇലാസ്റ്റിക് കൊളിഷൻ ആയിരിക്കും. എന്തായിരിക്കും മക്കളെ? ഇലാസ്റ്റിക് കൊളിഷൻ ആയിരിക്കും. അങ്ങനെ ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ അവിടെ എന്തൊക്കെ കൺസേർവ്ഡ് ആയിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് എനർജി പവറിലൊക്കെ അല്ലേ? അവിടെ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും, അതുപോലെ എന്തും കൺസേർവ്ഡ് ആയിരിക്കും, മൊമെന്റവും കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു റാൻഡം മോഷൻസിൽ മോളിക്യൂൾ റാൻഡം മോഷൻ ആണ്. അങ്ങനെ റാൻഡം മോഷനിലാകുമ്പോൾ അത് എന്ത് ചെയ്യും? അത് പരസ്പരം കൊളൈഡ് ചെയ്യും, ആ ഒരു കണ്ടന്റ് വാളുമായിട്ടും കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളൈഡ് ചെയ്യുന്ന കൊളിഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. ആ ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് അവിടെ എന്തൊക്കെ കൺസേർവ്ഡ് ആയിരിക്കും മക്കളെ? ടോട്ടൽ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും, ടോട്ടൽ മൊമെന്റും കൺസേർവ്ഡ് ആയിരിക്കും. അതായത് ബിഫോർ കൊളിഷന്റെ കൈനറ്റിക് എനർജി മൊമെന്റും ആഫ്റ്റർ കൊളിഷന്റെ കൈനറ്റിക് എനർജി മൊമെന്റത്തിന് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് നോക്കി. No attractive or repulsive force act between gas molecules. നമ്മൾ പറഞ്ഞത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മൾ അസ്യൂം ചെയ്തൊരു കണ്ടീഷനും കൂടെ ആയിരുന്നല്ലേ? അതാ നോ അട്രാക്റ്റീവ്, അതായത് ആ ഒരു ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയ്ക്ക് എന്തില്ല? ഒരു അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ല, ഒരു റിപ്പൾസീവ് ഫോഴ്സും ഇല്ല. The density of gas is constant at all points of the container. ആ കണ്ടെയ്നറിന്റെ എല്ലാ പോയിന്റ്സിലും എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും മക്കളെ? ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ ഇത്രയും പോസ്റ്റ്ലേറ്റ് ആയി നമുക്ക് എന്ത് ചെയ്യുള്ളേ? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിനെ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള പോസ്റ്റ്ലേറ്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ്ലേറ്റ് ഏതാ? ഈ പോസ്റ്റ്ലേറ്റ് ആണ്. ഏതാ? ഡ്യൂറിങ്, അതായത് അവരുടെ കൊളിഷന്റെ സമയത്ത് അവർ ഇലാസ്റ്റിക് കൊളിഷൻ ആണ്, അവിടെ കൈനറ്റിക് എനർജി മൊമെന്റും കൺസേർവ്ഡ് ആണ്. ആ ഒരു പോയിന്റ് മക്കൾ എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ എന്തിലോട്ടാ പോണത്? ഇനി നമ്മൾ പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, ഒരു ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മളിപ്പോ പറഞ്ഞായിരുന്നു എന്താണ്? അവർ റാൻഡം മോഷത്തിലാണ്. റാൻഡം മോഷനിലാകുമ്പോൾ അവർ എന്ത് ചെയ്യും? തമ്മി കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളൈഡ് ചെയ്യുന്നതിന് ഫലമായിട്ട് അവിടെ എന്ത് ജനറേറ്റ് ചെയ്യണം? ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യും അല്ലേ? ആ ഒരു പ്രഷറിന്റെ ഇക്വേഷനാണ് നമ്മൾ ഇവിടെ പറയാൻ പോണത്. ആ പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? 1/3 Nm VRMS സ്ക്വയർ. 1/3 Nm VRMS സ്ക്വയർ. ഇവിടെ N എന്ന് പറഞ്ഞാൽ എന്താണ്? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. N = N/V. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1/3 ഇൻറ്റു എന്നിന് വരെ എന്തിട്ട് കൊടുക്കാം? N/V ഇട്ട് കൊടുക്കാം. അപ്പൊ N/V ഇൻറ്റു M ഇൻറ്റു VRMS സ്ക്വയർ എന്ന് വരും. ഇവിടുന്ന് NM പകരം എന്തെഴുതാം? N എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾസ്. M എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് വൺ മോളിക്യൂൾ. അപ്പൊ N ഇൻറ്റു M ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആ ഒരു ഗ്യാസിന്റെ ടോട്ടൽ മാസ് കിട്ടും അല്ലെ? ആ ഒരു ഗ്യാസിന്റെ എന്ത് കിട്ടും മക്കളെ? ടോട്ടൽ മാസ് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? PV = ഈ V കൊണ്ടുവന്നാൽ PV = 1/3 Mn VRMS സ്ക്വയർ എന്ന് എഴുതാം. Mn പകരം എന്തിട്ട് കൊടുക്കാം? M ഇട്ട് കൊടുക്കാം. M എന്താണ്? ടോട്ടൽ മാസ് ഓഫ് ഗ്യാസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? PV = 1/3 M VRMS സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അവിടെ നിന്ന് നമുക്ക് P = ഇങ്ങനെ എഴുതാം. 1/3 M ഡിവൈഡഡ് ബൈ ഇവിടുത്തെ V ഇങ്ങ് താഴെ വന്നു ഇൻറ്റു VRMS സ്ക്വയർ. ഇനി M/V എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം, എന്താ? ഡെൻസിറ്റി. അപ്പൊ P = എന്ത് എഴുതാടാ? 1/3 ഡെൻസിറ്റിക്ക് വരാൻ റോ ഇട്ട് കൊടുക്കാം. റോ ഇൻറ്റു VRMS സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പൊ P എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിന് രണ്ട് ഇക്വേഷൻ നോട്ട് ചെയ്യണം. ആദ്യം ഈ ഇക്വേഷൻ നോട്ട് ചെയ്യണം. ഇത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ P = 1/3 Nm VRMS സ്ക്വയർ. അല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഡെൻസിറ്റിയുടെ ടൈംസിൽ പറയുകയാണെങ്കിൽ P = 1/3 ഡെൻസിറ്റി റോ ഇൻറ്റു VRMS സ്ക്വയർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇതാണ് മക്കളെ പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഇക്വേഷനും എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ച എന്തുവാടാ? P = 1/3 റോ VRMS സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? പ്രഷറിന് കിട്ടി. ഇവിടെ നമ്മൾക്ക് VRMS സ്ക്വയർ = എങ്ങനെ എഴുതാം? ഈ 3 ഇങ്ങിപ്പുറത്ത് തന്നാൽ 3p/ρ എന്ന് എഴുതാം. VRMS സ്ക്വയർ = എങ്ങനെ എഴുതാം? 3p/ρ എന്ന് എഴുതാം. അവിടെ നിന്ന് നോക്കിയ മക്കളെ VRMS = എന്ത് കിട്ടും? √3p/ρ എന്ന് കിട്ടും. VRMS = എന്ത് കിട്ടും? √3p/ρ എന്ന് കിട്ടും. ഇനി 3p/ρയ്ക്ക് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? PV/M ഇട്ട് കൊടുക്കാം. എങ്ങനെയാ? P/ρ അല്ലേ? റോ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി അല്ലേ? അതെന്താണ്? മാസ് ബൈ വോളിയം ആണ്. അപ്പൊ PM/V എന്ന് കിട്ടും. അതിന് എനിക്ക് V അങ്ങ് മുകളിൽ പോകുമ്പോൾ എന്ത് കിട്ടും? PV/M എന്ന് വരൂലേ? അതാണ് എന്തിട്ട് കൊടുത്തത്? √3pV/M എന്ന് വന്നത്. അവിടെ നമുക്ക് PV എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? NRTക്ക് ഈക്വൽ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വഴി. അപ്പൊ √3 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി N എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നോക്ക്. N എന്ന് പറഞ്ഞാൽ എന്താ? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. അപ്പൊ നമുക്ക് M ഡിവൈഡഡ് ബൈ M0 എന്ന് എഴുതിക്കൂടെ? ഇതും ഗിവൺ മാസ്, ഇതും ഗിവൺ മാസ്, രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? VRMS = √3RT/M0 എന്ന് കിട്ടും. ഈ M0 എന്ന് കൊടുത്തിട്ടുള്ള എന്താ? മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. അപ്പൊ M എന്താണ്? മാസ് ഓഫ് ഗ്യാസ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇതാ എന്ത്? നമ്മുടെ RMSന്റെ വെലോസിറ്റി, VRMSന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? √3RT/M0 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ.
ഇനി അതിന് പകരം റൂട്ട് 3RT M0ക്ക് വരെ നമുക്ക് എന്തൊക്കെ എഴുതാം? RMSന്റെ റൂട്ട് 3p/ρ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? VRMS = റൂട്ട് ഓഫ് 3p/ρ എന്നൊരു റിലേഷനും കിട്ടി. ഇനി നമ്മൾ വേവ്സ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? ഗാമ p/ρ. റൂട്ട് ഗാമ p/ρയ്ക്ക് ഈക്വലാണ് വെലോസിറ്റി ഓഫ് സൗണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് VRMS ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടൂടാ? ഈ p/ρ രണ്ടിടത്തും വെട്ടിപ്പോയിട്ട് റൂട്ട് 3/γ എന്ന് വരും. വരത്തില്ലേ? ഇത് ലാപ്ലേസ് കറക്ഷൻ വെച്ചൊക്കെ ഗാമ p/ρ എഴുതിയതാണ്. അപ്പോൾ നമ്മൾ VRMS ബൈ വെലോസിറ്റി ഓഫ് സ്പീഡ്, അതായത് RMS വെലോസിറ്റി ബൈ സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്ര കിട്ടും? റൂട്ട് 3/γ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ VRMSന്റെ വാല്യൂ റൂട്ട് ഓഫ് 3p/ρയും സ്പീഡ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഗാമ p/ρ ആണ് നമുക്കറിയാം. അപ്പൊ അവർ തമ്മിലുള്ള റിലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടും നട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് VRMS = എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 3/γ ഇൻറ്റു വെലോസിറ്റി ഓഫ് സ്പീഡ്, ഇങ്ങനെയൊക്കെ എഴുതാം. അല്ലെങ്കിൽ ഇവിടുന്ന് വെലോസിറ്റി ഓഫ് സ്പീഡ് അല്ലെ വെലോസിറ്റി ഓഫ് സൗണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വെലോസിറ്റി ഓഫ് സൗണ്ട് = എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് γ/3 ഇൻറ്റു VRMS എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ഇക്വേഷൻ എന്താ മക്കളെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. VRMS ബൈ സ്പീഡ് വെലോസിറ്റി ഓഫ് സൗണ്ട് = റൂട്ട് ഓഫ് 3/γ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ വേരിയസ് സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, അതായത് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? RMS സ്പീഡിനെ പറ്റി പറഞ്ഞതല്ലേ? പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസിൽ നമ്മൾ RMS സ്പീഡ് ഡിറൈവ് ചെയ്തെടുത്തായിരുന്നു. എന്താണ് നമുക്ക് ഈ ഇക്വേഷൻ? റൂട്ട് 3RT/m എന്നും റൂട്ട് 3p/ρ എന്നും റോയ്ക്ക് പകരം ഒരു ഡെൻസിറ്റി ഇട്ട് റൂട്ട് 3kBT/m എന്നൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തില്ലേടാ? എടുത്തു. അപ്പൊ നമുക്ക് ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ ചാപ്റ്റർ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ പ്രയോറിറ്റി എടുത്ത് നോക്കാനുള്ള 3 ടോപ്പിക് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഗ്യാസ് ലോസ് ഉണ്ടായിരുന്നു, വെലോസിറ്റീസ് ഉണ്ടായിരുന്നു, പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അത് സെക്കൻഡ് ഇതായത് എന്താ? വെലോസിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് 3 ടൈപ്പ് വെലോസിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാ? റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ഉണ്ട്, മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് ഉണ്ട്, അതുപോലെ തന്നെ ഏതുണ്ട്? ആവറേജ് സ്പീഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തേതാണ് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. ഇത് ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലേ? VRMS = ഇക്വേഷൻ എന്താ? റൂട്ട് 3RT/m ആണ്. അവിടെ നമുക്ക് 3p/d എന്ന് എഴുതാം, 3kBT/m എന്ന് എഴുതാം. ഇവിടെ m എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് മോളിക്യൂൾ ആണ്. ഇവിടുത്തെ m എന്താണ്? മോളാർ മാസ് ആണ്. ഇനി അടുത്തതാണ് രണ്ടാമത്തെയാണ് എന്താ? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. എന്താ മക്കളെ? ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താ? VAverage = റൂട്ട് 8RT/m. അതായത് മൊത്തത്തിലുള്ളതിന്റെ ആവറേജ് സ്പീഡ്, അതായത് മൊത്തത്തിൽ ആ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ആവറേജ് സ്പീഡ് എത്രയാണെന്ന് പറയുന്നത്. അത് എത്രയാണ്? റൂട്ട് 8RT/m. അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? റൂട്ട് ഓഫ് 8p/πd എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ റൂട്ട് 8kBT/m. ഇതാ എന്ത്? ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. VAverage = റൂട്ട് ഓഫ് 8RT/m അല്ലെങ്കിൽ റൂട്ട് 8p/πd പിന്നെ 8kBT/m. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത് നോക്കാനുള്ളത് ഏത്? മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. മൂന്നാമത് നോക്കാനുള്ള ഏതാ മക്കളെ? മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. അവിടെ മോസ്റ്റ് പ്രോബബിൾ സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? VMP = റൂട്ട് ഓഫ് 2RT/m. റൂട്ട് അല്ലെങ്കിൽ റൂട്ട് RT/m വരെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? p/d ഇട്ട് കൊടുക്കാം. p എന്ന് പറയുമ്പോൾ പ്രഷർ, d എന്താണ്? ഡെൻസിറ്റി. അപ്പൊ റൂട്ട് ഓഫ് 2p/d അല്ലെങ്കിൽ നമുക്ക് എന്തിട്ട് കൊടുക്കാം? kBT/m. അപ്പൊ റൂട്ട് ഓഫ് 2kBT/m. ഈ 3 ഇക്വേഷൻ, അതായത് ഇതിന്റെ ഈ 3 സ്പീഡിന്റെ ഇക്വേഷൻസ് എന്താണ്? നോട്ട് ചെയ്ത് വെക്കണം. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ റേഷ്യോ എടുക്കാൻ ചോദിക്കാം. എങ്ങനെയാ ചോദിച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? നമ്മളൊരു ഫോർമുലയൊക്കെ എഴുതി ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് ഈ 3 ഇക്വേഷൻ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ആക്കി വെക്കണം. ഓക്കെ അല്ലേ? ഇതിന്റെ ഓരോന്ന് വീതം ബൈ ഹാർട്ട് ആക്കിയാൽ മതി. എന്താ? VRMS എന്ന് പറയുമ്പോൾ റൂട്ട് 3RT/m. നമുക്കറിയാം RT/m p/d എന്നോ kBT/m എന്നൊക്കെ കൊടുക്കാന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവറേജ് സ്പീഡ് എടുക്കുമ്പോൾ എന്താ? റൂട്ട് ഓഫ് 8RT/m. പിന്നെ നമ്മൾ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് 2RT/m. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് 3 ഇക്വേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാനുള്ളത് ഇതിൽ ആരുടെ സ്പീഡാണ് കൂടുതൽ, അതായത് അവരുടെ സ്പീഡിന്റെ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ആ ഒരു ഓർഡർ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇതിൽ ആരുടെ സ്പീഡ് ആയിരിക്കും കൂടുതൽ? നമുക്ക് വാല്യൂസ് നോക്കി തന്നെ പറയാം. RT/m എല്ലായിടത്തും ഇല്ലേ? അപ്പൊ ഇവിടെ എന്താ കോൺസ്റ്റന്റ് ഉള്ളത്? റൂട്ട് 3. ഇവിടെ ഏതാ ഉള്ളത്? റൂട്ട് 8/π. ഇവിടെ ഏതാ ഉള്ളത്? റൂട്ട് 2. ഇതിനകത്ത് ഏതായിരിക്കും വലുത്? റൂട്ട് 3 ആയിരിക്കും, റൂട്ട് 8/π ആയിരിക്കും, റൂട്ട് 2 ആയിരിക്കും? നമുക്കറിയാം റൂട്ട് 3 ആ വലുതല്ലേ? അപ്പൊ എന്ത് വരും? VRMS ആയിരിക്കും ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ട് വലുത് ഏതായിരിക്കും? ആവറേജ് സ്പീഡ് ആയിരിക്കും. അപ്പോൾ VAverage ആൻഡ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ. അത് ആരേക്കാളും കൂടുതലായിരിക്കും? മോസ്റ്റ് പ്രോബബിൾ സ്പീഡിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഓർഡർ എങ്ങനെ വരുവാടാ? പറഞ്ഞേ. VRMS > VAverage > V most probable എന്ന് വരും. അതായത് സ്പീഡ് ഓഫ് RMS സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് സ്പീഡ് ഗ്രേറ്റർ ദാൻ മോസ്റ്റ് പ്രോബബിൾ. ഓക്കെ അല്ലേ?
ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ ഇപ്പൊ കോഡ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം? റാം, ആവറേജ്, മോസ്റ്റ് പ്രോബബിൾ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു കോഡ് വെച്ചങ്ങ് പഠിച്ചു വെച്ചാൽ മതി. റാം ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു എന്നൊക്കെ വെച്ചപ്പോ റാം എന്താണ്? RMS. അപ്പൊ റാം ആവറേജ് സ്റ്റുഡന്റ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത് വരും? ആവറേജ് സ്പീഡ്. പിന്നെ ആകെയുള്ള മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് അതെന്തായിരിക്കും? ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. റാം ആവറേജ് ആയിരുന്നു ആ ഒരു കോഡ്, അതാണ് ഞാൻ യൂസ് ചെയ്ത്. എന്ത് ചെയ്യുക? അത് എങ്ങനെയും ഒരു കോഡ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഇതായിരിക്കും കൂടുതൽ V RMS ഗ്രേറ്റർ ദാൻ V ആവറേജ് ഗ്രേറ്റർ ദാൻ V മോസ്റ്റ് പ്രോബബിൾ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവരുടെ എന്ത് ചെയ്യണം? ഈ റേഷ്യോയുടെ വാല്യൂ അറിഞ്ഞിരിക്കണം അല്ലേ? നമുക്ക് ഇവിടുന്ന് ഫ്രാക്ഷനിൽ റേഷ്യോ എഴുതി നോക്കാം. ഫ്രാക്ഷനിൽ റേഷ്യോ എഴുതി നോക്കി എങ്ങനെ വരും? V RMS is to V average is to V most probable. എത്ര വരും? ഇവിടെ RT/M എല്ലായിടത്തും ഇല്ലേ? അപ്പൊ അത് മാറ്റിക്കളയാം. അപ്പൊ ഇവിടെ എന്ത് വരും? √3 is to ആവറേജ് എന്താണ്? √8/π is to ഇവിടെ RT/M പോയാൽ √2. ഇതായിരിക്കും എന്ത് മക്കളെ? ഇവരുടെ റേഷ്യോ, അതായത് ഫ്രാക്ഷനിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. എന്ത് വരും പറഞ്ഞേ? √3 is to √8/π is to √2. ഇത് നമ്മൾ വാല്യൂ പറയാം. എല്ലാത്തിനെയും ഒരു √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ VMP അല്ലേ അതെ, അപ്പൊ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? VMP is to V average is to V RMS എങ്ങനെ കിട്ടും? 1 is to 1.14 is to 1.228 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അവിടെ നിന്ന് നമുക്കറിയാം എന്താ? V RMS ആണ് ഏറ്റവും വലുത്. V RMS എന്ത് മക്കളെ? ഏറ്റവും വലുതെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് വലുത് ഏതാ? ആവറേജ് ആണ്, മോസ്റ്റ് പ്രോബബിൾ. പിന്നെ അപ്പൊ ഇങ്ങനെ റേഷ്യോ അറിഞ്ഞിരിക്കും അല്ലേ? ഏറ്റവും ചെറുതിന്ന് റേഷ്യോ എഴുതാം. VMP is to V average is to V RMS. അപ്പൊ റേഷ്യോ എങ്ങനെ വരും? 1 is to 1.14 is to 1.228. ഓക്കെ അല്ലേ? ക്ലാസ്സിലൂടെ തന്നെ എന്ത് ചെയ്യാം? മാക്സിമം പഠിച്ച് നമ്മൾ മാക്സിമം റിവൈസ് ചെയ്ത ഇക്വേഷൻ എന്ത് ചെയ്യുക? ഒരുപാട് കൂടെ പറയണം കേട്ടോ. കൂടെ പറഞ്ഞ് ഇത് കുറേ തവണ പറയുമ്പോൾ ഈ ഇക്വേഷൻ ഓൾറെഡി നമ്മളുടെ ഉള്ളിൽ എന്താവും? ബൈ ഹാർട്ട് ആവും. അപ്പൊ അങ്ങനെ ഉറച്ച് പറഞ്ഞു എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സ്പീഡ്, അതായത് ഡിഫറെന്റ് സ്പീഡ്സ്, ഗ്യാസ് മോളിക്യൂൾസിന് ഉണ്ടാവുന്ന 3 ഡിഫറെന്റ് സ്പീഡിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേടാ? ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോണ ടോപ്പിക് എന്ത്? കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു പ്രഷർ ഇൻറ്റു വോളിയം PV = നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തല്ലേ? 1/3 Nm V RMS². അതായത് പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിൽ P = 1/3 M × N/V × V RMS² ഇക്വേഷനിലായിരുന്നോ? അവിടുന്ന് V ഇങ്ങ് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ത്? PV = 1/3 Mn V RMS² എന്ന് പറയുന്നത്. ഇനി ഇതൊരു 1 മോളിന്റെ കേസ് ആയിട്ട് എടുക്കുമ്പോൾ, അവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തിന് ഈക്വൽ ആയിരിക്കും? അവഗാഡ്രോ നമ്പറിന് ഈക്വൽ ആയിരിക്കും അല്ലേ? നമുക്ക് 1 മോളിന്റെ കേസ് എടുത്താൽ അവിടെ N എന്ന് പറയുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തിന് ഈക്വൽ ആയിരിക്കും? അവഗാഡ്രോ നമ്പറിന് ഈക്വൽ ആയിരിക്കും. ആയിരിക്കുമല്ലോ? ആയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് PV = എങ്ങനെ എഴുതാം? 1/3 M × N വരെ എന്തിട്ട് കൊടുക്കാം? NA V RMS² എന്നിട്ട് കൊടുക്കാം. അപ്പൊ അവിടെ നിന്ന് ഇനി നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ PV = nRT അല്ലേ? അതും 1 മോൾ ആകുമ്പോൾ PV ആർക്ക് ഈക്വൽ ആവും? RT-ക്ക് ഈക്വൽ ആവും. അപ്പൊ RT = എന്ത് കിട്ടും മക്കളെ? 1/3 M × NA V RMS² എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടുന്ന് ഈ 3 ഇങ്ങ് വരുമ്പോൾ 3 ഇങ്ങും വന്ന് NA താഴെ വന്നു. അപ്പൊ 3RT/NA = എന്ത് കിട്ടി? M V RMS² എന്ന് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്തു? ഒരു ഹാഫ് കൊണ്ട് രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് ചെയ്തു മക്കളെ? ഹാഫ് കൊണ്ട് രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 3/2 RT/NA = എന്ത് കിട്ടി? ½ M V RMS² എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. ½ M V RMS² എന്ന് പറഞ്ഞാൽ എന്താ? അത് ½ M V² ഈക്വൽ അല്ലേ? അതായത് കൈനറ്റിക് എനർജി ഈക്വൽ അല്ലേ? അപ്പൊ കൈനറ്റിക് എനർജി = എന്ത് കിട്ടി? 3/2 R/NA × T എന്ന് കിട്ടി. ഇനി പറഞ്ഞേ, R/NA എന്ന് പറഞ്ഞാൽ അത് എന്താ മക്കളെ? KB അല്ലേ? ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് അല്ലേ? അതെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കൈനറ്റിക് എനർജി = പറഞ്ഞേ മക്കളെ, കൈനറ്റിക് എനർജി = 3/2 kBT എന്ന് കിട്ടി. കൈനറ്റിക് എനർജി = 3/2 kBT. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? നമുക്ക് കൈനറ്റിക് എനർജിക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്? 3/2 kBT എന്നുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് എന്താണ് പറയുന്നതെന്ന്? ഇത് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ, അതായത് ഒരു മോളിക്യൂളിന്റെ കേസ് പറയുകയാണെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ഓഫ് എനി ഐഡിയൽ ഗ്യാസ്, അത് ഏത് ഐഡിയൽ ഗ്യാസും ആയിക്കോട്ടെ. നമ്മൾ ഇനി അങ്ങോട്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം പറയുമ്പോൾ മോണോ അറ്റോമിക്കും ഡൈ അറ്റോമിക്കും ട്രൈ അറ്റോമിക്കും ഒക്കെ പറയും. അപ്പൊ ഏതൊരു ഐഡിയൽ ഗ്യാസിന്റെ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ എടുത്താലും അത് എന്തിന് ഈക്വൽ ആയിരിക്കും? അത് 3/2 kBTക്ക് ഈക്വൽ ആയിരിക്കും. എന്തിന് ഈക്വൽ ആയിരിക്കും? 3/2 kBTക്ക് ഈക്വൽ ആയിരിക്കും. നമ്മുടെ ടെസ്റ്റിലെ സമ്മറിയിൽ വരുന്ന ഒരു പോയിന്റ് ആയത്.
ഇനി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി നേച്ചർ ഓഫ് ഗ്യാസ്. ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു 3/2 kBT എന്ന് പറയുന്നത് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ എന്ന് പറയുന്നത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? അത് ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി നേച്ചർ ഓഫ് ഗ്യാസ്. അത് ഗ്യാസിന്റെ നേച്ചറിനെ എന്ത് ചെയ്യത്തില്ല? ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഗ്യാസ് മോണോ ആണോ, ഡയറ്റോമിക് ആണോ, ട്രയറ്റോമിക് ആണോ എന്നൊന്നും എന്ത് ചെയ്യത്തില്ല? ഡിപ്പെൻഡ് ചെയ്യത്തില്ല. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ആ ഇക്വേഷൻ ആണ് എന്ത് മക്കളെ? E = 3/2 kBT. അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് എഴുതാം? പ്രഷർ ഇൻറ്റു വോളിയം. PV = അത് 2/3 ടൈംസ് എന്തിന് ഈക്വലാ? എനർജിക്ക് ഈക്വൽ ആണ് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ആവറേജ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് എനി ഗ്യാസ് മോളിക്യൂൾസ്, ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ആയിക്കോട്ടെ, അത് എന്തിന് ഈക്വൽ ആയിരിക്കും? 3/2 kBTക്ക് ഈക്വൽ ആയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു ആവറേജ് കൈനറ്റിക് എനർജി എന്താണ്? 3/2 kBT ആണെന്ന്. ഇനി ട്രാൻസ്ലേഷനിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ മോണോ, ഡയറ്റോമിക്, ട്രയറ്റോമിക് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയും അവിടെ ഏതൊരു ഗ്യാസ് മോളിക്യൂളും ട്രാൻസ്ലേഷൻ എടുക്കുകയാണെങ്കിൽ എത്രയേ ഉള്ളൂ? 3 ട്രാൻസ്ലേഷൻ മോഷനേ ഉള്ളൂ. അവിടെ ഏതാ വേരി ചെയ്യുന്നത്? റൊട്ടേഷനിലും വൈബ്രേഷനിലൊക്കെ വേരി ചെയ്യുന്നത്. 3 കേസിലും ട്രാൻസ്ലേഷനിൽ എത്രയാ? 3 വരും. അപ്പൊ എന്ത് വരും? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി 3 സെയിം ആയിരിക്കും. അത് എത്രയായിരിക്കും? 3/2 kBT ആയിരിക്കും. ട്രാൻസ്ലേഷനിൽ മാത്രം എടുക്കുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 വരും. അപ്പൊ അവിടെ എന്ത് വരും? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് എനി ഗ്യാസ് മോളിക്യൂൾസ് എടുത്ത് എത്രയായിരിക്കും എടാ? അതും 3/2 kBT ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചറിൽ പറയാനുള്ളത്. എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? ആവറേജ് കൈനറ്റിക് എനർജി ആ ഒരു ഗ്യാസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് എത്രയാ? 3/2 kBT ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? സ്പെസിഫിക് ഹീറ്റിലോട്ട് പോവാം. എന്തിലോട്ട് പോവാം? സ്പെസിഫിക് ഹീറ്റിലോട്ട്. അപ്പൊ നമ്മുടെ 2 ടോപ്പിക്സ് കഴിഞ്ഞു. മെയിൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഗ്യാസും കഴിഞ്ഞു, വെലോസിറ്റീസും കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് പറഞ്ഞ ഡിഗ്രി ഓഫ് ഫ്രീഡം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസും ഇല്ലേ, ആ ടോപ്പിക്കിലോട്ടാണ് വരുന്നത്. അതിൻ്റെ ആദ്യം സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് 2 ടൈപ്പ് ഉണ്ട്. എത്ര ടൈപ്പ് ഉണ്ടടാ? 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ 2 ടൈപ്പ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാം സ്പെസിഫിക് ഹീറ്റും ഉണ്ട്, മോളാർ സ്പെസിഫിക് ഹീറ്റും ഉണ്ട്. ഗ്രാം സ്പെസിഫിക് ഹീറ്റ്, മോളാർ സ്പെസിഫിക് ഹീറ്റ്. എന്താ ഗ്രാം സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഗ്രാം സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെ വിളിച്ച പേരാണ് എന്ത്? ഗ്രാം സ്പെസിഫിക് ഹീറ്റ് എന്ന്. ΔQ = mc ΔT എന്ന് കിട്ടും. അവിടുന്ന് C = കുഞ്ഞ് c ആണ് എന്ത്? ഗ്രാം സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ C = എന്ത് കിട്ടും? ΔQ/m ΔT എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതെന്താണ്? ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. ഈ C എന്താണ്? ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. ഇനി എന്താ മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു മോൾ സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ കൊടുക്കുന്ന ഹീറ്റ് ആണ് മോളാർ സ്പെസിഫിക് ഹീറ്റ്. ഒരു മോൾ സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന ഹീറ്റ് ആണ് എന്ത് മക്കളെ? മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഒരു ഗ്രാം സബ്സ്റ്റൻസിനെ ആകുമ്പോൾ അത് ഗ്രാം സ്പെസിഫിക് ഹീറ്റ്. ഒരു മോൾ സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാനാകുമ്പോൾ അത് എന്ത് വരും? മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ മോളാർ സ്പെസിഫിക് ഹീറ്റിൽ ΔQ = എന്ത് വരും? n × cm × ΔT എന്ന് വരും. അവിടെ നിന്ന് എനിക്ക് എന്ത് എഴുതാം? cm എന്ന് പറഞ്ഞാൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ത് വരും? ΔQ/n ΔT. ഇനി ഇവിടുന്ന് ഇവർ തമ്മിലുള്ള റിലേഷൻ എഴുതാൻ ചോദിക്കും. ഇവർ തമ്മിലുള്ള റിലേഷൻ എഴുതാൻ ചോദിച്ചാൽ എന്ത് എഴുതിയാൽ മതി? ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താ? ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ? അതായത് m/m ആണ് അല്ലേ? അതെ. അപ്പൊ എനിക്ക് cm = എന്തെഴുതാം? ΔQ/m ΔT. എന്ത് മോളാർ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് അല്ലേ? അത് എന്ത് വരും? അത് മുകളിൽ എഴുതാം, × m എന്ന് എഴുതാം. ഈ ΔQ/m ΔT എന്തുവാണ്? നമ്മുടെ ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. കുഞ്ഞ് c ആണ്. അപ്പൊ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി cm = കുഞ്ഞ് c × മോളാർ മാസ്. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള mc എന്ന്. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ കൂടെ മോളാർ മാസ് ഇൻഡ്യൂ ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ, ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റികൾ തമ്മിലുള്ള കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? CP എന്നും, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം വരുമ്പോൾ അതിനെ നമ്മൾ CV എന്ന് വിളിക്കും. കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള മോളാർ സ്പെസിഫിക് ഹീറ്റിനെ CV എന്നും, കോൺസ്റ്റന്റ് പ്രഷറിലുള്ള മോളാർ സ്പെസിഫിക് ഹീറ്റിനെ CP എന്നും വിളിക്കും. അവർ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചാലാണ് മേയർ. അതിനെ വിളിച്ച പേരാണ് എന്താ? മേയേഴ്സ് ഫോർമുല. എന്താ മക്കളെ? മേയേഴ്സ് ഫോർമുല. അതെന്താണ്?
സി പി മൈനസ് സി വി ഇസിക്കൽ ടു ആർ എന്നാണ് ഫോർമുല. എന്താ? സി പി മൈനസ് സി വി ഇസിക്കൽ ടു ആർ. ഇവിടെ സി പി സി വി എന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ആണ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇനി സി പി സി വിയും ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ആയിരുന്നെങ്കിൽ ഈ റിലേഷൻ എങ്ങനെ എഴുതായിരുന്നു? സി പി മൈനസ് സി വി ഇസിക്കൽ ടു ആർ ബൈ മോളാർ മാസ്. അത് ആ ഒരു ഗ്യാസിന്റെ മോളാർ മാസ് എന്ന് എഴുതായിരുന്നു. ഓക്കെ അല്ലേ? ഇത് എപ്പോഴാണ്? സി പി സി വിയും ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ആകുമ്പോഴാണ്. എന്താ മക്കളെ? ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സി പി മൈനസ് സി വി ഇസിക്കൽ ടു ആർ ബൈ മോളാർ മാസ് എന്ന് എഴുതണം. ഓക്കെ അല്ലേ? മാറിപ്പോവല്ലേ? ക്വസ്റ്റ്യനിൽ സി പി സി വി മോളാർ മാസ് ആണെങ്കിൽ മാത്രമാണ് ഈ റിലേഷൻ. ചില ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ദേ ആർ ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് എന്ന് തരും. അവിടെ ഈ റിലേഷനും കാണും. പെട്ടെന്ന് ഈ റിലേഷൻ കൊണ്ട് ബബിൾ ചെയ്യല്ലേ, അവിടെ എന്ത് വരും? ആർ ബൈ എം എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയടാ. If Cp and Cv denotes the specific heats of nitrogen per unit mass, specific heat of nitrogen per unit mass എന്ന് പറഞ്ഞാൽ Cp Cv എന്താ തന്നിട്ടുള്ളത്? ഗ്രാം സ്പെസിഫിക് ഹീറ്റ് എന്നാ തന്നിട്ടുള്ളത്. എന്താ തന്നിട്ടുള്ളത്? ഗ്രാം സ്പെസിഫിക് ഹീറ്റുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. At constant pressure and constant volume, then Cp minus Cv is equal to. അപ്പോൾ ഇവിടെ Cp Cv എന്താണ്? ഗ്രാം സ്പെസിഫിക് ഹീറ്റ് ആണെങ്കിൽ Cp minus Cv യുടെ ഇക്വേഷൻ എന്താ? R by M ആണ് അല്ലേ? നൈട്രജൻ ഗ്യാസ് ആകുമ്പോൾ അവിടുത്തെ മോളാർ മാസ് എത്രയാണ്? 28 ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? സി പി മൈനസ് സി വി ഇസിക്കൽ ടു ആർ ഡിവൈഡഡ് ബൈ 28. ഇതായിരിക്കും എന്ത് മക്കളെ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട്. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്ത് മക്കളെ? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ടോപ്പിക്. ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നമുക്ക് ഏതൊക്കെ മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യണം? മോണോ അറ്റോമിക് കൺസിഡർ ചെയ്യണം. മോണോ അറ്റോമിക് ആയിട്ടുള്ള ഗ്യാസിനെ കൺസിഡർ ചെയ്യണം. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഡൈ അറ്റോമിക് ആണ്. ഡൈ അറ്റോമിക്കിൽ റിജിഡും ഉണ്ട്, നോൺ റിജിഡും ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന ട്രൈ അറ്റോമിക് ആണ്. ട്രൈ അറ്റോമിക്കിൽ എന്തുണ്ട്? ലീനിയറും ഉണ്ട്, നോൺ ലീനിയറും ഉണ്ട്. ഓക്കെ അല്ലേ? ഓരോന്നും ഇതാ പറയാം. മോണോ അറ്റോമിക് ആണെങ്കിൽ അവിടെ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാ? 3 ആണ്. റൊട്ടേഷനിൽ എത്രയാണ്? 0 ആണ്. വൈബ്രേഷനിൽ 0 ആണ്. അപ്പൊ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര തന്നെയാ? 3 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഡയറ്റോമിക്കിന്റെ കേസ് ആകുമ്പോൾ റിജിഡിന്റെ കേസ് ആണെങ്കിൽ അവിടെ ട്രാൻസ്ലേഷനിൽ 3 ആണ്. റൊട്ടേഷനിൽ എത്രയാണ്? 2 ആണ്. അവിടെ വൈബ്രേഷനിൽ ഒന്നുമില്ല. അപ്പൊ അവിടുത്തെ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 5 ആണ്. ഡയറ്റോമിക് നോൺ റിജിഡ് ആകുമ്പോൾ അവിടെ 3 ട്രാൻസ്ലേഷനിലുണ്ട്, 2 റൊട്ടേഷനിലുണ്ട്, 1 വൈബ്രേഷനിലുണ്ട്. ഒരു വൈബ്രേഷണൽ എന്ന് പറഞ്ഞാൽ അത് എന്തിനീക്കില്ല? 2 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഈക്കില്ല. അപ്പൊ അവിടെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് ഒരു വൈബ്രേഷനിലായപ്പോ. അപ്പൊ അവിടെ മൊത്തത്തിലുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 7 ആണ്. ഓക്കെ അല്ലേ? നമ്മൾ യൂഷ്വലി ക്വസ്റ്റ്യനിൽ ഡയറ്റോമിക് എന്ന് പറയുമ്പോൾ അതിന്റെ എന്താ? ഈ റിജിഡ് കേസ് വെച്ചാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. നമുക്ക് റിജിഡ് ആയിട്ടുള്ളത് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അല്ല സ്പെസിഫിക് ആയിട്ട് നോൺ റിജിഡ് എന്ന് പറഞ്ഞാൽ മാത്രം എന്തെടുത്താൽ മതി? 7 എടുത്താൽ മതി. ഇനി ട്രൈ അറ്റോമിക് ലീനിയർ ആകുമ്പോൾ അവിടെ എന്തുണ്ട്? 3 ട്രാൻസ്ലേഷനിലുണ്ട്, എന്തുണ്ട്? 2 റൊട്ടേഷനിലുണ്ട്. അവിടെ എന്തില്ല? വൈബ്രേഷനൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 5 ആണ്. ട്രൈ അറ്റോമിക് നോൺ ലീനിയർ ആകുമ്പോൾ 3 എന്തുണ്ട്? ട്രാൻസ്ലേഷനിലുണ്ട്, 3 എന്തുണ്ട്? റൊട്ടേഷനിലുണ്ട്, 0 എന്താണ്? വൈബ്രേഷനിലാണ്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഒരു ട്രൈ അറ്റോമിക് ഗ്യാസ് എന്നാൽ നമ്മൾ എപ്പോഴും അതിനെ എന്തായിട്ടാണ്? ലീനിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്താൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്യാനുള്ള ഏതൊക്കെയാ? മോണോ അറ്റോമിക് നോട്ട് ചെയ്യണം, ഡയറ്റോമിക് റിജിഡ് നോട്ട് ചെയ്യണം, ട്രൈ അറ്റോമിക് നോൺ ലീനിയർ നോട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് 3 നോട്ട് ചെയ്യണം. മോണോ അറ്റോമിക് ആകുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. ഡയറ്റോമിക് റിജിഡിൽ 5 ആണ്. എന്താ? ട്രൈ അറ്റോമിക് നോൺ ലീനിയറിൽ 6 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഈ വാല്യൂസ് ഇങ്ങനെ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തോ ഇങ്ങനെ എന്ത് ചെയ്യാം? ഈ ഒരു വാല്യൂസ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ എഫിന്റെ വാല്യൂസ് അറിയാമെങ്കിൽ, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എഫ് ആണ്, ആ വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് സി പി സി വി ഗാമയുടെ വാല്യൂ ഒക്കെ പഠിക്കാം. അപ്പോൾ നമ്മൾ മോണോ അറ്റോമിൽ നമ്മൾ കണ്ടു 3 ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ, അവർക്ക് റൊട്ടേഷനിലും വൈബ്രേഷനിലും ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 അല്ലേ? ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര മക്കളെ? 3 ആണ്. സി വി എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അത് എന്തിന് ഈക്വലാന്ന് അറിയാവോ? F/2 ആറിന് ഈക്വല. എന്തിന് ഈക്വല? F/2 ആറിന് ഈക്വല. അത് F/2 ആറിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം? ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ മോണോ അറ്റോമിക് ആകുമ്പോൾ എന്താണ്? F3 ആണ്. അപ്പൊ എന്ത് വരും? മോണോ അറ്റോമിക്കിന്റെ കേസിൽ സി വിയുടെ വാല്യൂ എത്ര വരും? 3/2 R എന്ന് വരും. അത് ഡയറ്റോമിക് കേസ് ആകുമ്പോഴോ, ഡയറ്റോമിക് റിജിഡ് ആകുമ്പോൾ എഫിന്റെ വാല്യൂ 5 ആണ്. അപ്പൊ സി വി എത്ര വരും? 5/2 R എന്ന് വരും. ഇനി ട്രൈഅറ്റോമിക് കേസ് ആകുമ്പോൾ എഫിന്റെ വാല്യൂ 6 ആണ്, നോൺ ലീനിയറിൽ അല്ലേ? അപ്പൊ അവിടെ എന്ത് വരും? സി വി ഇസിക്കൽ ടു എന്ത് വരും? 6/2 R എന്ന് വരും. അത് എത്ര വരും? 3 R എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി സി പി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു, സി പി മൈനസ് സി വി ഇസിക്കൽ ടു ആർ, മേയേഴ്സ് റിലേഷൻ അല്ലേ?
ഇവിടുന്ന് സി പി ഈസിക്കലിന്റെ എന്ത് പറയാം, സി വി പ്ലസ് ആർ എന്ന് പറഞ്ഞൂടെ. സി വി എഫ് ബൈ ടു ആർ ആണെങ്കിൽ ഇതിനെ എങ്ങനെ എനിക്ക് എഴുതാം, 1 + f/2 × r എന്ന് എഴുതാം. എഴുതിക്കൂടെ, എഴുതാം. അപ്പൊ സി പി ഈസിക്കൽ ടു എന്താണ്, 1 + f/2 × r ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും, ഇവിടെ 3/2 ആറിന്റെ കൂടെ ഒന്ന് കൂട്ടണം, എത്ര കിട്ടും, 5/2 r എന്ന് കിട്ടും. ഇവിടെ സി പി എത്ര കിട്ടും, 5/2 ആറിന്റെ കൂടെ ഒന്ന് കൂട്ടണം, എത്ര കിട്ടും, 7/2 r എന്ന് കിട്ടും. ട്രൈ അറ്റോമിക് ആകുമ്പോൾ എന്ത് വരും, ഇവിടെ സി വിയുടെ കൂടെ 1 r കൂടണം, 3r + r എത്ര വരും, 4r എന്ന് വരും. അപ്പൊ സി പിയുടെ വാല്യൂസ് എല്ലായിടത്തും കിട്ടിയില്ലേ. ഓക്കെ, ഇനി നമുക്കുള്ളതാണ് ഗാമ. എന്താ മക്കളെ, ഗാമ. ഗാമ എന്ന് പറഞ്ഞാൽ എന്താ, സി പി ബൈ സി വി ആണ്. ഗാമ എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്, ഗാമ എന്ന് പറയുന്നത്. ആ ഗാമ എന്താണ്, സി പി ബൈ സി വി ആണ്. അപ്പൊ സി പി ബൈ സി വി എടുക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, സി പി ബൈ സി വി അല്ലെങ്കിൽ ഗാമ ഈസിക്കൽ ടു എന്ത് കിട്ടും, 1 + 2/f എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ ഇതുപോലെ നീറ്റിന് ചോദിച്ചിട്ടുണ്ട്. സി പി ബൈ അതായത് സി പി ബൈ സി വി ഗാമയും ഡിഗ്രി ഓഫ് ഫ്രീഡവും തമ്മിലുള്ള റിലേഷൻ എന്താണ് സി പി ബൈ സി വി അല്ലെങ്കിൽ ഗാമ ഈസിക്കൽ ടു എന്തെന്ന് എഴുതാം, 1 + 2/f എന്ന് എഴുതാം. എന്തെഴുതാം, 1 + 2/f എന്ന് എഴുതാം. അപ്പൊ 1 + 2/f അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 5/3. ഇവർ നമ്മളെ റേഷ്യോ എടുത്താൽ മതി, 5/2 r/3/2 എത്ര കിട്ടും, 2ഉം 6ഉം ഒക്കെ വെട്ടിപ്പോയിട്ട് 5/3 എന്ന് കിട്ടും. ഇവിടെ ഗാമ എത്ര കിട്ടും, 2ഉം 6ഉം ഒക്കെ വെട്ടിപ്പോയിട്ട് 7/5 എന്ന് കിട്ടും. ഇവിടെ എത്ര കിട്ടും, സി പി ബൈ സി വി എടുക്കുമ്പോൾ 6ഉം 6ഉം വെട്ടി 4/3 എന്ന് കിട്ടും. സി പി ബൈ സി വി ആണ് ഗാമ. അപ്പൊ ഗാമ എത്ര വരും, 4/3 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പൊ മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക്, റിച്ച്ഡ്, ട്രൈ അറ്റോമിക്, നോൺ ലീനിയർ, 3 കേസിനെ ഡിഗ്രി ഓഫ് ഫ്രീഡം സി പി സി വിയും ഗാമയുടെ വാല്യൂ ഓക്കെ അല്ലേ. മോണോ അറ്റോമിക് ആകുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്, ഡൈ അറ്റോമിക് ആകുമ്പോൾ 5 ആണ്, ട്രൈ അറ്റോമിക് ആകുമ്പോൾ 6 ആണ്. ഇനി ഇവിടെ സി വി എത്രയാണ്, 3/2 r ആണ്, സി പി 5/2 r ആണ്. ഇവിടെ ആകുമ്പോഴോ സി വി 5/2 r ആണ്, സി പി 7/2 r ആണ്. ഇവിടെ സി വി 3r ആണ്, സി പി 4r ആണ്. ഗാമയുടെ വാല്യൂ എടുക്കുമ്പോൾ മോണോ അറ്റോമിക് ആകുമ്പോൾ 5/3 ആണ്, മറ്റേത് 7/5 ആണ്. നമ്മുടെ ട്രൈ അറ്റോമിക് വരുമ്പോൾ എത്ര വരും, ഇവിടെ 4/3 എന്ന് വരും. ട്രൈ അറ്റോമിക് വരുമ്പോൾ എത്ര വരും, 4/3 എന്ന് വരും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ഡയറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾ വന്നിട്ട് അവിടുത്തെ സി പിയുടെ ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കുക. അപ്പൊ നമുക്ക് എന്തറിയണം, ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണെന്ന് അറിയണം. ഡയറ്റോമിക് റിച്ച്ഡ് ആകുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്, 5 ആണ്. അതറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി ഇവിടുന്ന് ഈ സി പി സി വിയും ഗാമയും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സി വി എന്ന് പറഞ്ഞാൽ എന്താ, ഗാമയായിട്ടുള്ള റിലേഷൻ എന്താ, r/γ-1 ആണ്. സി വി എന്ന് പറഞ്ഞാൽ r/γ-1 ആണ്. സി പി എന്ന് പറഞ്ഞാലോ, സി പി ബൈ സി വി അല്ലേ ഗാമ, സി പി ബൈ സി വി ആണ് ഗാമ. അവിടെ സി പി ഈസിക്കൽ ടു ഗാമ ഇൻറ്റു സി വി എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഗാമ ഇൻറ്റു r/γ-1. ഓക്കെ അല്ലേ. ഈ റിലേഷനെ നോട്ട് ചെയ്യണം. സി വി ഈസിക്കൽ ടു r/γ-1, സി പി ഈസിക്കൽ ടു ഗാമ r/γ-1. ഈ ഇക്വേഷൻ നമുക്ക് എവിടെ നിന്ന് എഴുതിയെടുക്കുന്നയാ, നമ്മുടെ മേയേഴ്സ് റിലേഷൻ സി പി മൈനസ് സി വി ഈസിക്കൽ ടു ആറിൽ നിന്ന് എടുക്കുന്നയാ. എല്ലാത്തിനും എന്ത് ചെയ്യും, ഒരു സി പി കൊണ്ട് ഡിവൈഡ് ചെയ്യും, അല്ല സി വി കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും, ഇവിടെ സി പി ബൈ സി വി എന്ത് വരും, ഗാമ മൈനസ് സി വി ബൈ സി വി എന്ത് വരും, 1 ഈസിക്കൽ ടു എന്ത് വരും, r/c v എന്ന് കിട്ടും. അപ്പൊ ഇവിടുന്ന് സി വി ഈസിക്കൽ ടു എന്ത് വരും, r/γ-1. സി വി r/γ-1 ആണെങ്കിൽ സി പി എന്ത് വരും, ഗാമ r/γ-1. അപ്പൊ ഇതിൽ ഏത് ഇക്വേഷൻ ചോദിച്ചാലും ജസ്റ്റ് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. എങ്കിലും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാക്സിമം എന്ത് ചെയ്യാം, റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്തതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. എന്താ മക്കളെ, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. എന്താ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, എനി സിസ്റ്റം ഇൻ തെർമൽ ഇക്വിലിബ്രിയം, ഏത് സിസ്റ്റത്തിലായിക്കോട്ടെ, തെർമൽ ഇക്വിലിബ്രിയത്തിലായിക്കോട്ടെ, ദ ടോട്ടൽ എനർജി ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ വേരിയസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, വേരിയസ് ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡം, വേരിയസ് ട്രാൻസ്ലേഷനുണ്ട്, റൊട്ടേഷനുണ്ട്, അങ്ങനെ പല ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇല്ല. അതിൽ ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് എന്താണ്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്ന് പറയുന്നതാണ് എന്ത് മക്കളെ, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇനി ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് അസോസിയേറ്റഡ് വിത്ത് എനർജി ഓഫ് ഹാഫ് kBt. അതിൽ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡവും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എനർജി എത്രയാണ്, ഹാഫ് kBt ആണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിലുള്ള എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതിൻ്റെ അകത്ത് ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡവും കൊടുക്കുന്ന എനർജി അല്ലെങ്കിൽ എന്താണ് അസോസിയേറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എത്ര മക്കളെ, ഹാഫ് kBt ആണ്. എത്രയാണ്, ഹാഫ് kBt ആണ്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ ഫോർ എ മോളിക്യൂൾ എനർജി പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരു മോളിക്യൂളിന് എനർജി പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് kBt ആണ്. അപ്പൊ ഒരു മോളിക്യൂളിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിൽ എഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ എന്ത് പറയാം, f/2 kBt എന്ന് പറയാം. ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെയാണ് ഹാഫ് kBt. മറക്കല്ലേ, ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ എനർജി എന്ത് മക്കളെ, ഹാഫ് kBt എന്ന് പറഞ്ഞാൽ ആ ഒരു മോളിക്യൂളിൽ എഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ ആ മോളിക്യൂളിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, f/2 kBt ആണ്.
ഓക്കെ അല്ലേ? ഇത് മോളിക്യൂളിന്റെ കേസ് വെച്ചാ പറഞ്ഞത്. ഒരു മോളിക്യൂൾ ആണെങ്കിൽ F/2 kBt ആണ്. അപ്പൊ n മോളിക്യൂൾ ഉണ്ടെങ്കിൽ എന്ത് വരും? n into F/2 kBt എന്ന് വരും. വരത്തില്ലേ? ഇനി ഒരു മോൾ എടുക്കുകയാണെങ്കിൽ ഈ kbയുടെ വാല്യൂ മാറി എന്താവും? മോൾ വരുമ്പോ ഈ kb ഇൻറ്റു എന്ത് ചെയ്യണം? അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു മോളിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ? അപ്പൊ ഒരു മോളിന്റെ കേസ് എടുക്കുമ്പോൾ എന്ത് വരും? ഹാഫ് kb ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു ടി എന്ന് വരും. kb ഇൻറ്റു n എടുക്കുമ്പോൾ എന്ത് വരും? r വരും. അപ്പൊ ഹാഫ് r t എന്ന് വരും. വരത്തില്ലേ? വരും. അപ്പൊ എങ്ങനെ എഴുതാം? ഒരു മോൾ ആവുമ്പോ എന്താണ്? എനർജി പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഹാഫ് ആർ ടി. അപ്പൊ ഒരു മോളിൽ എഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ എന്ത് വരും? F/2 RT എന്ന് വരും. അത് n മോൾ ഉണ്ടെങ്കിൽ എന്ത് വരും? n ഇൻറ്റു F/2 RT എന്ന് വരും. n മോൾ ഉണ്ടെങ്കിൽ n ഇൻറ്റു F/2 RT എന്ന് വരും. ഇത് ഓരോന്നും നോട്ട് ചെയ്യണം കേട്ടോ. ഒരു മോളിക്യൂൾ ആവുമ്പോ എന്താടാ? ഒരു മോളിക്യൂൾ ആവുമ്പോ F/2 kBt ആണ്. n മോളിക്യൂൾ ആകുമ്പോൾ n ഇൻറ്റു F/2 kBt ആണ്. ഒരു മോൾ ആകുമ്പോൾ F/2 RT ആണ്. n മോൾ ആകുമ്പോൾ എന്ത് വരും? n ഇൻറ്റു F/2 RT എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ മോളിക്യൂളിന്റെ വിധം എടുത്തു നോക്കാം. മോണോ അറ്റോമിക് ആണെങ്കിൽ ഒരു കേസ് ഞാൻ എടുക്കാം. മോണോ അറ്റോമിക് ആണെങ്കിൽ ഒരു മോളിക്യൂളിന്റെ എനർജി എത്ര വരും? ഒരു മോളിക്യൂളിന്റെ എനർജി എത്ര വരും? 3/2 kBt വരും. മോണോ അറ്റോമിക്കിൽ എഫിന്റെ വാല്യൂ 3 അല്ലേ? അപ്പൊ 3/2 kBt വരും. n മോളിക്യൂളിൻ്റെത് എത്ര വരും? n മോളിക്യൂളിൻ്റെത് പറഞ്ഞേ. 3/2 ഇൻറ്റു n kBt എന്ന് വരും. ഒരു മോളിന്റെ എത്ര വരും? ഒരു മോൾ എത്ര വരും ഇവിടെ? 3/2 RT എന്ന് വരും. ഇതെപ്പോഴാണ്? മോണോ അറ്റോമിക്കിലാണ്. n മോൾ ഉണ്ടെങ്കിലോ? n മോൾ ഉണ്ടെങ്കിൽ 3/2 nRT എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് ആരുടെ കേസിലാ? ഒരു മോണോ അറ്റോമിക് മോളിക്യൂൾ എടുക്കുകയാണെങ്കിലാണ്. ഇനി എടുക്കുന്ന ഗ്യാസ് ഡയറ്റോമിക് റിജിഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ എഫിന്റെ സ്ഥാനത്ത് എല്ലാം എന്തിട്ട് കൊടുക്കണം? 5 ഇട്ട് കൊടുക്കണം. അതൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കണം കേട്ടോ. ഡയറ്റോമിക് നോൺ റിജിഡ് ആണെങ്കിലോ എഫിന്റെ സ്ഥാനത്തെല്ലാം എന്തിട്ട് കൊടുക്കണം? 7 ഇട്ട് കൊടുക്കണം. ഇനി ട്രയറ്റോമിക് ലീനിയർ ആണെങ്കിലോ എഫിന്റെ സ്ഥാനത്തെല്ലാം എന്തിട്ട് കൊടുക്കണം? അവിടെ 6 ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? ഇത് ഓരോന്നും ഇട്ട് എന്ത് ചെയ്യണം? ഓരോ മോളിക്യൂളിന്റെ എനർജി എന്ത് ചെയ്യണം? എഴുതി നോക്കണം. ഇപ്പൊ ഡയറ്റോമിക് റിജിഡ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഒരു മോളിക്യൂളിന്റെ എത്ര വരും? 5/2 kBt വരും. n മോളിക്യൂൾ ആകുമ്പോഴോ 5/2 ഇൻറ്റു n kBt എന്ന് വരും. ഒരു മോൾ ആകുമ്പോഴോ 5/2 RT വരും. n മോൾ ആകുമ്പോഴോ 5/2 ഇൻറ്റു nRT എന്ന് വരും. ഡയറ്റോമിക് നോൺ റിജിഡ് ആകുമ്പോഴോ ഒരു മോളിക്യൂളിന്റെ 7/2 kBt എന്ന് വരും. n മോളിക്യൂൾ ആകുമ്പോൾ 7/2 ഇൻറ്റു n kBt എന്ന് വരും. ഒരു മോൾ ആകുമ്പോൾ 7/2 RT വരും. n മോൾ ആകുമ്പോൾ 7/2 ഇൻറ്റു nRT എന്ന് വരും. ട്രയറ്റോമിക് ലീനിയർ ആകുമ്പോൾ 6 ആണ്. അപ്പൊ ഒരു മോളിക്യൂൾ 6/2 kBt വരെ എത്ര വരും? 3 kBt എന്ന് വരും. n മോളിക്യൂൾ ആകുമ്പോൾ 3n kBt എന്ന് വരും. 1 മോൾ ആകുമ്പോൾ 3 RT എന്ന് വരും. n മോൾ ആകുമ്പോഴോ 3 nRT എന്ന് വരും. ഓക്കെ അല്ലേ? ഓരോ കേസ് എന്ത് ചെയ്യണം? നോട്ട് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേടാ? ഓക്കെ. അപ്പൊ നമ്മൾ ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസും സിവിയും സിപിയും ഗാമയും ഡിഗ്രി ഓഫ് ഫ്രീഡവും ഒക്കെ കഴിഞ്ഞ് ഇത് നന്നായിട്ട് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തന്നെ നോക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. മോണോ അറ്റോമിക് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ വാല്യൂ എത്രയായിരുന്നു? 3 ആയിരുന്നു. ഡയറ്റോമിക് റിജിഡ് ആകുമ്പോൾ അത് എത്രയാണ്? 5 ആണ്. ട്രയറ്റോമിക് നോൺ ലീനിയർ ആകുമ്പോൾ എത്രയാണ്? 6 ആണ്. ഇത്രയും ഈ ഒരു 3 വാല്യൂസ് ഇതിൽ എന്ത് ചെയ്യണം? അവിടെ മിനിമം നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? എല്ലാം നോട്ട് ചെയ്താൽ അത്രയും നല്ലതാ. ഇതിൽ നിന്ന് ഏത് ഗ്യാസ് എടുത്താലും മോണോ അറ്റോമിക് ആയിട്ട് ഡയറ്റോമിക് ആയിട്ട് ട്രയറ്റോമിക് ആയിട്ട് ഏതെടുത്താലും അവിടുത്തെ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാ? 3 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ പോണത് രണ്ട് ഗ്യാസുകൾ മിസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഗാമ മിക്സിന്റെ ഇക്വേഷൻ എന്താന്നാ പറയുന്നത്. ഗാമ മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? CP മിക്സ് ബൈ CV മിക്സ് ആണ്. നമുക്കറിയാം ഗാമ എന്ന് പറഞ്ഞാൽ എന്താ? CP ബൈ CV ആണ്. അപ്പൊ ഗാമ ഓഫ് ദി മിസ്റ്ററിന്റെ ആ ഒരു ഗാമ എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് CP മിക്സ് ബൈ CV മിക്സ് ആണ്. CP മിക്സിന്റെ ഇക്വേഷൻ എന്താ? N1 CP1 പ്ലസ് N2 CP2 ബൈ N1 പ്ലസ് N2. CV മിക്സിന്റെ ഇക്വേഷൻ എന്താ? N1 CV1 പ്ലസ് N2 CV2 ബൈ N1 പ്ലസ് N2. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഗാമ മിക്സ് എന്ന് പറഞ്ഞാൽ CP മിക്സ് ഡിവൈഡഡ് ബൈ CV മിക്സ് അല്ലേ? അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാടാ? ഇവിടെ നമുക്ക് ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ N1 പ്ലസ് N2 എന്നീ രണ്ടിടത്തും വെട്ടിപ്പോ. അപ്പൊ CP മിക്സ് എത്രയാണ്? N1 CP1 പ്ലസ് N2 CP2 ഡിവൈഡഡ് ബൈ N1 CV1 പ്ലസ് N2 CV2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഗാമ മിക്സ് ഈസ് ഈക്വൽ ടു N1 CP1 പ്ലസ് N2 CP2 ഡിവൈഡ് ബൈ N1 CV1 പ്ലസ് N2 CV2. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് എന്ത്?
n1 plus n2 by ഗാമ മിക്സ് ചോദിച്ചാൽ n1 n2 ഒക്കെ അവർ തരുമല്ലോ, ഗാമ 1 ഗാമ 2 തരും. അപ്പൊ n1 plus n2 by ഗാമ മിക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു എന്ത് വരും? n1 by ഗാമ 1 മൈനസ് 1 പ്ലസ് n2 by ഗാമ 2 മൈനസ് 1. നമുക്ക് എക്സാമിന് എഴുതുമ്പോൾ നമുക്ക് എന്താ, നമുക്ക് ടൈം റെഡ്യൂസ് ചെയ്ത് കുറച്ച് ടൈമിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഗാമ മിക്സ് ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 1 mole of ideal monoatomic gas gamma is equal to 5/3 is mixed with 1 mole of diatomic gas gamma is equal to 7/5. What is the gamma of the mixture? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? n1 plus n2 by gamma mix minus 1 is equal to n1 divided by gamma 1 minus 1 plus n2 divided by gamma 2 minus 1. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? n1 plus n2 എത്രയാണ്? രണ്ടും ഓരോ മോൾ വെച്ചല്ലേ? ഐഡിയൽ മോണോ അറ്റോമിക് ഗ്യാസ് ഒരു മോള, ഡയറ്റോമിക് ഗ്യാസ് ഒരു മോള. അപ്പൊ 1 plus 1 എന്ത് വരും? 2 divided by ഗാമ മിക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു n1 എന്താ? 1 ഡിവൈഡ് ബൈ ഗാമ 1 എത്രയാണ്? മോണോ അറ്റോമിക് ഗ്യാസിന്റെ ഗാമ അവർക്ക് തന്നിട്ടുണ്ട് എങ്കിൽ എത്രയാ? 5/3 ആണ്. അപ്പൊ 5/3 മൈനസ് 1 പ്ലസ് n2 എത്രയാണ്? 1 ഡിവൈഡ് ബൈ ഗാമ 2 എത്രയാണ്? 7/5 ഡയറ്റോമിക് ആണ്, അല്ലെങ്കിൽ നമുക്കറിയാം എത്രയാ? ഗാമ 7/5 ആണ്, മൈനസ് 1. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 ഡിവൈഡഡ് ബൈ ഗാമ മിക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 5/3 മൈനസ് 1 എത്ര കിട്ടും? 5 മൈനസ് 3 എത്രയാ? 2/3 എന്ന് കിട്ടും. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 2/3. ഇവിടെ എത്ര വരും? പ്ലസ് 1 ഡിവൈഡഡ് ബൈ 7/5 മൈനസ് 1 എത്ര കിട്ടും? ഇവിടെ 7 5 പോകുമ്പോൾ 2, അപ്പൊ 2/5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ 2 ഡിവൈഡ് ബൈ ഗാമ മിക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 3/2 പ്ലസ് 5/2 എന്ന് വരും. ഇത് എത്ര വരും? 2 ഡിവൈഡ് ബൈ ഗാമ മിക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 3 പ്ലസ് 5 8 അല്ലേ? 8/2 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ ഗാമ മിക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ 2/4 എന്ന് വരും, അതായത് 1/2. അവിടുന്ന് ഗാമ മിക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/2 പ്ലസ് 1 വരും, എത്ര കിട്ടും? 3/2 എന്ന് കിട്ടും. എത്ര കിട്ടും മക്കളെ? 3/2 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏതായിരിക്കും പറഞ്ഞേ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ, 3/2. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ ഈ ക്വസ്റ്റ്യൻ? അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അറിയാവുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഈസിലി നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ആ ഒരു CP മോണോ അറ്റോമിക്കിന്റെ CPയും ഡയറ്റോമിക്കിന്റെ CVയും ഒക്കെ എഴുതി നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഈ ഇക്വേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മൾ എനർജി ഓഫ് മിസ്റ്റർ, ആ ഒരു മിസ്റ്ററിന്റെ എനർജിയിലെ ഇക്വേഷനിലോട്ടാ പോണത്. ഓക്കെ അല്ലേ? രണ്ട് ഗ്യാസ് തമ്മിൽ മിക്സ് ചെയ്യാണ്. ഒന്നിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം F1 ആണ്, മറ്റേതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം F2 ആണ്. F1-ലുള്ളത് N1 നമ്പർ ഓഫ് മോൾസ് ആണ്, മറ്റേതിലുള്ളത് ഡിഗ്രി ഓഫ് ഫ്രീഡം F2-ലുള്ള നമ്പർ ഓഫ് മോൾസ് N2 ആണ്. എങ്കിൽ അവിടുത്തെ എനർജി മിസ്റ്റർ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും അറിയാവോ? N1 F1 RT/2 പ്ലസ് N2 F2 RT/2 ഈക്വൽ ആയിരിക്കും. അതായത് നമുക്കറിയാം, ഇപ്പൊ എനർജി നമുക്ക് കിട്ടിയില്ലായിരുന്നോ? എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഒരു മോൾ ആകുമ്പോൾ n മോൾ ഉണ്ടെങ്കിൽ NF/RT/2 അല്ലേ? NF/RT ആണ്. അപ്പൊ എന്ത് വരും? നമുക്ക് രണ്ടും കൂടെ കൂട്ടണം. എനർജി മിസ്റ്റർ എടുക്കുമ്പോൾ എന്ത് വരും? N1 F1 RT/2 പ്ലസ് N2 F2 RT/2. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. 1 mole of helium and 2 moles of hydrogen. ഹീലിയത്തിന്റെ എത്ര മോൾ ഉണ്ട്? 1 മോൾ ഉണ്ട്. ഹൈഡ്രജന്റെ എത്ര മോൾ ഉണ്ടടാ? 2 മോൾ ഉണ്ട്. Are mixed at temperature T. The total internal energy of the mixture is. Total internal energy ആണ് എടുക്കുന്നത്. അപ്പൊ E is equal to equation എന്താ? N1 F1 RT/2 plus N2 F2 RT/2. ഓക്കെ അല്ലേ? ഓക്കെ. ഹീലിയം എന്ന് പറയുന്നത് എന്ത് ഗ്യാസ് ആണ്? നമുക്കറിയാം ഹീലിയം എന്ന് പറയുന്നത് എന്താണ്? മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. മോണോ അറ്റോമിക് ഗ്യാസ് ആകുമ്പോൾ അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 3 ആണ്. അപ്പോൾ 1 ഇൻറ്റു എന്ത് വരും? 3 RT/2 പ്ലസ് N2 എത്രയാണ്? നമുക്ക് എത്രയാണ്? 2 മോൾ ഉണ്ട് ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ? അപ്പൊ 2 ഇൻറ്റു ഹൈഡ്രജൻ ആകുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 5 ആണ്. ഡയറ്റോമിക് അല്ലേ? അപ്പൊ 5 ആണ്. 5 RT/2. അപ്പൊ എത്ര കിട്ടാം? 3 RT/2 പ്ലസ് 5 ഇൻറ്റു 2 എത്രയാ? 10 RT/2. അപ്പൊ എത്ര കിട്ടിയടാ? 13 RT/2 എന്ന് കിട്ടി. എത്ര കിട്ടി? 13 RT/2. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുന്ന ആ ഒരു മിസ്റ്ററിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 13/2 RT എന്ന് കിട്ടി. അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞേ? ഓപ്ഷൻ സി, 13/2 RT is the right answer. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ അല്ലേടാ? ഓക്കെ.
അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഇന്ന് മക്കളെ നമ്മുടെ അടുത്ത ടോപ്പിക് മീൻ ഫ്രീ പാത്ത് അല്ലെ. എന്താ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കൈനറ്റിക് തിയറിയുടെ പോസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്തടക്കം മോളിക്യൂൾസ് തമ്മിൽ കൊളിഷൻ നടക്കുമെന്ന് പറഞ്ഞല്ലേ. ആ ഒരു രണ്ട് സക്സസീവ് കൊളിഷന്റെ ഇടയ്ക്കുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ് എന്ത്, മീൻ ഫ്രീ പാത്ത് എന്നുള്ളത്. എന്താ മക്കളെ, മീൻ ഫ്രീ പാത്ത്. അത് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്, ലാംഡ. അപ്പൊ നമുക്ക് മീൻ ഫ്രീ പാത്ത് എന്താന്ന് പറയാം, ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻസ് ഓഫ് എ മോളിക്യൂൾ ഓഫ് എ ഗ്യാസ്. രണ്ട് മോളിക്യൂൾ അല്ലെങ്കിൽ കുറച്ച് മോളിക്യൂൾസ് തമ്മിലുള്ള രണ്ട് സക്സസീവ് കൊളിഷന്റെ ഇടയ്ക്കുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ് എന്താ, മീൻ ഫ്രീ പാത്ത് എന്നുള്ളത്. ഇനി അതിന്റെ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ലാംഡ ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ഇക്വേഷൻ എന്താ, 1/√2 പൈ എൻ ഡി സ്ക്വയർ. ഇവിടെ n എന്ന് പറയുന്ന ലെറ്റർ എന്താണ്, n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയത്തെ വിളിച്ചത്, അതായത് n/v യെ വിളിച്ച പേരാണ് എന്ത്, n എന്നുള്ളത്. ഇനി ഇവിടെ d എന്താണ്, ഇറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ആ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ ഡയമീറ്റർ ആണ് എന്ത്, d എന്ന് പറയുന്നത്. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു 1/√2 പൈ എൻ ഡി സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്തിട്ട് എന്തെന്ന് പറയാം, KT/√2 പൈ ഡി സ്ക്വയർ പി എന്ന് പറയാം. എന്താണ്, KT/√2 പൈ ഡി സ്ക്വയർ പി. ഇവിടെ പി എന്താണ്, പ്രഷർ ആണ്, ടി എന്താണ്, ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്താ പറയാം, മീൻ ഫ്രീ പാത്ത് ലാംഡ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണെന്നും അതെന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണെന്നും പറയാം. ഓക്കെ അല്ലേ. ഈ രണ്ട് കാര്യങ്ങളൂടെ എന്താണ് ഇവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ. ഓക്കെ. മറ്റേ ഇക്വേഷൻ നമുക്ക് എന്താ പറയാം, ഈ ഇക്വേഷൻ നമുക്ക് 2013 നീറ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താ, ലാംഡയുടെ ഇക്വേഷൻ. ലാംഡ ആർക്കാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഡയമീറ്ററിന്റെ സ്ക്വയർ ആണെന്നും ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എന്നൊക്കെ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ. ഈ രണ്ട് ഇക്വേഷൻസിനും എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യൻ തരുക, അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ എന്ത് ചെയ്തു, ഞാൻ ടെമ്പറേച്ചർ ഡബിൾ ആക്കി. അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ ടെമ്പറേച്ചർ ഡബിൾ ആക്കി എങ്കിൽ മീൻ ഫ്രീ പാത്തിന് എന്ത് പറ്റുമെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്ത് പറ്റും, കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ എന്താ ഇക്വേഷൻ വരിക, ലാംഡ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്നാവും, ടെമ്പറേച്ചർ എന്നാവും. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷറിൽ ടെമ്പറേച്ചർ ഡബിൾ ആക്കിയ മീൻ ഫ്രീ പാത്തിന് എന്താവും, മീൻ ഫ്രീ പാത്തിന് ഡബിൾ ആവും. അപ്പൊ നമുക്കറിയാം ലാംഡ എന്തായി മാറും, 2 ലാംഡ ഡബിൾ ആയിട്ട് മാറും എന്ന് പറയണം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ മീൻ ഫ്രീ പാത്ത്. ഓക്കെ. അപ്പൊ ഇതായി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, the molar specific heat of an ideal gas at constant pressure and volume are denoted by Cp and Cv respectively. Cp Cv എന്താന്നാ പറയുന്നത്. Cp/Cv എന്ന് പറഞ്ഞാൽ എന്താണ്, ഗാമയാണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് എങ്കിൽ Cv എന്തിന് ഈക്വൽ ആണ്, നമുക്ക് നമ്മുടെ മേയേഴ്സ് റിലേഷൻ അറിയാം അല്ലേ. Cp - Cv ഈക്വൽ ടു എന്താണ്, R ആണ്. നമ്മൾ നേരത്തെ Cv Cpയുടെ ഇക്വേഷൻ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, രണ്ടിടത്ത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, Cv കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, Cp/Cv -1 ഈസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ എന്ത് കിട്ടൂടാ, Cv എന്ന് കിട്ടും. Cp/Cv എന്താണ്, ഗാമയാണ്. അപ്പൊ ഗാമ -1 ഈസ് ഈക്വൽ ടു R/Cv എന്ന് എഴുതാം. ഇവിടെ നിന്ന് Cv ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, R/Cv ഈസ് ഈക്വൽ ടു R/ എന്തെന്ന് വരും, ഗാമ -1 എന്ന് വരും. അപ്പൊ Cvയുടെ വാല്യൂ കിട്ടില്ലേ, Cv എന്ന് പറഞ്ഞാൽ എന്താ, R/Γ-1. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. Cp ചോദിച്ചിരുന്നെങ്കിലോ നമ്മൾ ഇക്വേഷൻ ഓർക്കണം, Cp എന്ന് പറഞ്ഞാൽ എന്താ, ഗാമ ഇൻറ്റു Cv ആണ്. അപ്പൊ ഗാമ R/Γ-1. കണ്ടോ, നമ്മുടെ 2013 നീന്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ. അപ്പൊ ആ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്, ജസ്റ്റ് ഒന്നും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. Cv എന്ന് പറഞ്ഞാൽ എന്താണ്, f/2 R ആണ്. Cp എന്ന് പറഞ്ഞാൽ എന്താ, 1 + f/2 R ആണ്. Cp എന്ന് പറഞ്ഞാൽ 1 + f/2 R ആണ്. ഓക്കെ അല്ലേ. കാരണം Cp - Cv R ആണ്. അപ്പൊ Cv എന്ന് പറയുന്നത് f/2 R ആണെങ്കിൽ Cp എന്താവും, R + f/2 R എന്ന് വരും. അതാണ് 1 + f/2 R. ഇനി ഗാമ എന്ന് പറഞ്ഞാൽ എന്താ, Cp/Cv ആണ്. ഇനി എന്തറിഞ്ഞിരിക്കണം, എഫിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. മോണോ അറ്റോമിക് ആണെങ്കിൽ 3 ആണ്, ഡയറ്റോമിക് ആണെങ്കിൽ 5 ആണ്, ട്രൈ അറ്റോമിക് നോൺ ലീനിയർ ആകുമ്പോൾ 6 ആണ്. ഓക്കെ അല്ലേ. ആ കാര്യമൊക്കെ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈസി ആയിട്ട് അവിടെ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2 moles of an ideal gas with Cp/Cv is equal to 5/3 mixed with 3 moles of an ideal gas Cp/Cv is equal to 4/3. ഇത് വാല്യൂ ഓഫ് Cp/Cv ഓഫ് ദ മിക്സ്ചർ. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗാമ മിക്സിന്റെ അല്ലേ. ഗാമ മിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എന്തോ ഇക്വേഷൻ, Cp/Cv തന്നിട്ടുള്ള എന്തുവാ, ഗാമയുടെ വാല്യൂ അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ, N1 + N2 by gamma mix -1 is equal to N1 by gamma1 -1 plus N2 by gamma2 -1. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. അതെ, ഇവിടെ N1 എത്രയാ, 2 ആണ്.
N2 എത്രയാ മക്കളെ 3 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം 2 + 3 divided by gamma mix minus 1 is equal to N1 എത്രയാ 2 ആണ്. അവിടുത്തെ ഗാമ 1 എന്ന് പറഞ്ഞാൽ എന്താ CP/CV ആണ്. അത് എത്രയാ 5/3 മൈനസ് 1 പ്ലസ് N2 എത്രയാണ് 3 ആണ്. അപ്പൊ 3 divided by ഗാമ 2 എത്രയാ അവിടുത്തെ 4/3 ആണ്. അപ്പൊ 4/3 മൈനസ് 1. ഓക്കെ അല്ലേ? അപ്പൊ ഇത് എത്ര കിട്ടും 2 + 3 എത്രയാ 5 divided by ഗാമ മിക്സ് മൈനസ് 1 is equal to 2 divided by 5/3 എന്ന് 1 പോയി എത്ര വരും 2/3 എന്ന് വരും. പ്ലസ് 3 divided by 4/3 എന്ന് 1 പോയി എത്ര വരും 4 - 3/3 എത്ര വരും 1/3 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ എഴുതാം 5 divided by ഗാമ മിക്സ് മൈനസ് 1 is equal to 2/2/3 എത്ര വരും 2 × 3/2 എന്ന് വരും. അതായത് 6/2 എന്ന് വരും. പ്ലസ് ഇവിടെ എന്ത് വരും 3 × 3/1 അതായത് 9/1 എന്ന് വരും. അപ്പൊ 5 divided by ഗാമ മിക്സ് മൈനസ് 1 is equal to 6/2 എത്രയാ 3 + 9 എന്ന് വരും. അവിടുന്ന് ഗാമ മിക്സ് മൈനസ് 1 is equal to എന്ത് വരും ഈ 5 ഇതിങ്ങ് ഇപ്പുറത്ത് വരും 5/12 എന്ന് വരും. ഗാമ മിക്സ് is equal to എത്ര വരും എടാ 5/12 ഈ -1 ഇങ്ങ് ഇപ്പുറത്ത് വരും +1. അപ്പൊ എത്ര വരും 5 + 12 എത്ര 17/12 എന്ന് വരും. എത്ര കിട്ടും 17/12 എന്ന് വരും. 17/12 വരുമ്പോൾ ഇവിടെ ഇപ്പൊ എന്താണ് ഫ്രാക്ഷനിലല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് 17/12 ചെയ്ത് നോക്കാം. 17/12 വരുമ്പോൾ എത്ര വരും 1 12 12 പിന്നെ 5.0 എത്ര വരും 4 × 12 അല്ലേ 48. അപ്പൊ 4 × 12 എന്ന് വരും. അപ്പൊ ആൻസർ എത്ര വരും നമുക്കൊരു 1 പോയിന്റ്. അപ്പൊ നോക്കുമ്പോൾ 1.424547. അപ്പൊ ഇനിയും ചെയ്ത് നോക്കണം 2 എന്ത് വരും 0 വരും. അപ്പൊ എന്താണ് 1.41 സംതിങ് എന്ന് വരും അല്ലേ. അപ്പൊ നമുക്ക് ഏതെടുക്കാം 1.42 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? സോ നമ്മുടെ ആൻസർ ഏതാ ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The mean free path for a gas with molecular diameter D and number density N. Number density എന്ന് പറഞ്ഞാൽ എന്താ number of molecules per unit volume. അത് N ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ എന്താണ് മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമ്മൾ എന്താ ഇക്വേഷൻ പഠിച്ചത് അവർ കണക്ട് ചെയ്യുന്നത് lambda is equal to 1/√2 πN/d². അല്ലേ? കണ്ടോ ഈ റിലേഷൻ അതുപോലെ ചോദിച്ചില്ല. എപ്പോഴാണ് ചോദിച്ചത് 2020 ചോദിച്ചത്. സോ ആൻസർ ഇതുവരും പറഞ്ഞു ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ ആൻസർ അല്ലേ. ഏതാണ് 1/√2 πN/d². ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നല്ലേ. നമ്മളത് ഫുള്ള് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമുക്കറിയാം ഡിഗ്രി ഓഫ് ഫ്രീഡം വെലോസിറ്റീസും ഗ്യാസ് ലോസും ആയിരുന്നു എന്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ആ കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റ് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. നമുക്കറിയാവുന്ന പോസ്റ്റുലേറ്റ്സ് തന്നെയാണ്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്കറിയാം ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കാൻ പറ്റും. എങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എന്ത് ചെയ്യണോടാ എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യണം അതിന് ആൻസർ ചെയ്തിരിക്കണം. കാരണം നമുക്ക് അധികം കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ഒന്നും ഒരു ഡിഫിക്കൽട്ട് ലെവലിലോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റുന്ന വിത്തിൻ ഒരു 30 സെക്കൻഡ്സിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യല്ലോ എൻ്റെ മക്കളെ മിസ് ചെയ്യരുത്. ഓക്കെ അല്ലേ? ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഡിഗ്രി ഓഫ് ഫ്രീഡം അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്താ എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റ് മാസ്റ്റർ ക്ലാസ് ഒന്നും കൂടെ ആ ഒരു ടോപ്പിക്കിൻ്റെ മാത്രം മതി എന്ത് ചെയ്യണം ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കണം. ഓക്കെ അല്ലേ? സോ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം ഇത് ജസ്റ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്യണം. ഇക്വേഷൻസ് മാക്സിമം ഫോർമുല ബുക്കിലൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യണം റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.